Malayali students nu venditana classes organize cheyidekkunne. So eniki parayanallu vecha ella Tuesdays okay, ella Tuesdays ilum nammal Malayali students nu class organize cheyyunnayirikkum. The explanation will be in Malayalam and ningalku Malayali students inde specific endelum chodyangal undu adu answer cheyyengil of course nammal adu answer cheyyum. Okay, and remember one thing, on Tuesdays നമുക്ക് ഞാൻ റൈറ്റിംഗിന്റെ സ്പെസിഫിക് ടോപ്പിക്സ് ചില ട്യൂസ്ഡേസ് എടുക്കും, ചില ട്യൂസ്ഡേസിൽ റീഡിംഗ് ആയിരിക്കും, ചിലപ്പോൾ ലിസ്ണിംഗ് ആയിരിക്കും കേട്ടോ. അപ്പൊ റൈറ്റിംഗ് എല്ലാം ഒരുമിച്ച് ഉണ്ടാവില്ല, റൈറ്റിംഗ്, ലിസ്ണിംഗ്, റീഡിംഗ്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും എന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് സെഷൻസ് ഉണ്ടാവുക. ഓക്കെ, all right. So I hope I'm audible to all of you. So ഇന്ന് ഞാനൊരു പുതിയ മെറ്റീരിയൽ ആയിട്ട് എടുത്തേക്കുന്നത്. ഈവൻ ഇൻ അവർ നോർമൽ ക്ലാസ്സസ് നമ്മൾ ചെയ്യാത്തൊരു മെറ്റീരിയൽ ആണ്. ആൻഡ് ഇന്ന് നമ്മൾ റീഡിംഗ് പാർട്സ് ചെയ്യാം കേട്ടോ. സോ ലൈക്ക് let me just admit a few people are joining in. Okay, all right. Appo Malayalis ulla class aanu, so make sure ningal nannayittu utilize cheya. Ningalku doubts undengil chodikka. Pinne njan chela vocab okke parayum, chilappo njan parayathu nokkitto adu സ്ഥിരം വരാറുള്ള വേർഡ്സ് ആണ്. ഇന്ന് നമുക്ക് അങ്ങനത്തെ ഒരെണ്ണമുണ്ട് കേട്ടോ. പല എക്സാമിനും വീണ്ടും വീണ്ടും വന്നേക്കുന്ന ഒരു ഇഡിയം നമുക്ക് ഇന്നത്തെ മെറ്റീരിയൽ ഉണ്ട്. സോ ഇതൊക്കെ പറയുമ്പോൾ ഇതിൻ്റെതായ എക്സ്പ്ലനേഷൻ ഞാൻ തരാം. മേക്ക് ഷുവർ ടു നിങ്ങൾ ഓർത്ത് വെക്കുക, അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. റീഡിംഗ് പാർട്ട് സിയിൽ ട്രിക്സ് ഇല്ല. ഇഫ് യു ആർ എക്സ്പെക്ടിങ് ട്രിക്സ്, ആക്ച്വലി ട്രിക്സ് ഒന്നുമില്ല. എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ ട്രിക്സ് ആയിട്ടില്ല. നിങ്ങൾ വായിക്കുന്ന രീതി കറക്റ്റ് ചെയ്താലാണ് നമ്മുടെ റീഡിംഗ് പാർട്സിൽ ഒരു തീരുമാനമാവുക കേട്ടോ. ട്രിക്സ് ആൻഡ് അങ്ങനെ ഇല്ല. റൈറ്റിംഗ് പോലെയല്ല. റൈറ്റിംഗിൽ എനിക്ക് ട്രിക്സ് തരാൻ, എനിക്ക് പറയാം ഇത് കാണാപ്പാഠം പഠിച്ചു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷെ റീഡിംഗ് പാർട്സിൽ അങ്ങനെയല്ല. ഓക്കെ, നിങ്ങൾ വായിക്കുന്ന വിധം, നിങ്ങൾ മനസ്സിലാക്കുന്ന വിധം. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എ വൊക്കാബുലറി ഡയറി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, പല വേർഡ്സും കോമൺ ആയിട്ട് വരും. ലാസ്റ്റ് വീക്ക് യു റിമെമ്പർ, വീക്ക് ബിഫോർ ലാസ്റ്റ് നമ്മൾ കോമ്പൗണ്ടഡ് ബൈ എന്ന് പറഞ്ഞ ഒരു വേർഡ് ഉണ്ടായിരുന്നു. ഓരോ സ്ഥലത്തും ഓരോ മീനിങ് ആയിരുന്നു അതിന്. Okay, so അങ്ങനത്തെയൊക്കെയുള്ള vocabs ഞാൻ ഹൈലൈറ്റ് ചെയ്യും. മേക്ക് ഷുവർ ടു ഗോ ത്രൂ ഇറ്റ്. vocabന്റെ മീനിങ് ഞാൻ പറയാം, അതൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. സോ അപ്രോച്ച് ഈസ് ദ സെയിം, ജസ്റ്റ് ദാറ്റ് എക്സ്പ്ലനേഷൻ മലയാളത്തിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അൺമ്യൂട്ട് യുവർസെൽഫ് ആൻഡ് ഫീൽ ഫ്രീ ടു ആസ്ക്. ഓക്കെ, ആൻഡ് യു നീഡ് ടു മേക്ക് ഷുവർ നിങ്ങൾ നിങ്ങളുടെ പ്രസൻസ് ക്ലാസ്സിൽ മേക്ക് ഷുവർ അത് ഒന്ന് ഇത് ചെയ്യാം. കാരണം ഓൺലൈൻ സെഷൻ ആണ്, ഞാൻ മാത്രം സംസാരിച്ച സംഭവം ശരിയാവില്ല. ഓക്കെ, ഓൾറൈറ്റ്. സോ ഐ എം ഡൈവിംഗ് ഇൻ ടു ഇറ്റ്. ഐ ഹോപ്പ് ഐ എം ഓഡിബിൾ ടു ഓൾ ഓഫ് യു ആസ് വെൽ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ എപ്പോഴും എവറി സിംഗിൾ ടൈം യു ഗെറ്റ് റീഡിംഗ് പാർട്ട് സി, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് എന്നാണ്. ഓക്കെ, എക്സ്ട്രാക്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം നമുക്ക് പോകും. ആൻഡ് റിമെമ്പർ, പാർട്ട് സിയിൽ 2 എക്സ്ട്രാക്ട് ഉണ്ട്. ഓരോ എക്സ്ട്രാക്റ്റിനും 15 മിനിറ്റ് വീതം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക, അതിൽ കൂടുതലല്ല. ഫസ്റ്റ് എക്സ്ട്രാക്റ്റിൽ 15 മിനിറ്റ്, അതിനുള്ളിൽ കിട്ടുന്ന ആൻസേഴ്സ് ഒക്കെ കിട്ടി അത് കഴിഞ്ഞ് അടുത്തേലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ മാർക്സ്, പ്രാക്ടിക്കാലിറ്റി മാർക്സും ആയിരിക്കണം നിങ്ങളുടെ ഫോക്കസ് കേട്ടോ. ഒരുപാട് സമയം ഒരേ എക്സ്ട്രാക്റ്റിൽ സ്പെൻഡ് ചെയ്യരുത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇന്നത്തെ എക്സ്ട്രാക്റ്റിൽ ഇത് ചെയ്യാം. ഒരു പുതിയ ടോപ്പിക് ആ കേട്ടോ. ഓക്കെ, സോ സ്മിത ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചേ. സ്മിത, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ് മാം, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. യെസ്. വാട്ട് ഡു വി ലേൺ അബൌട്ട് ജെഫ് ആസ്ലെ? What do we learn about Jeff Asle or Asle, whatever. Okay, what do we learn about Jeff Asle? അതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒന്ന് നോക്കിയേ. എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? What do we learn about Jeff Asle? So അപ്പൊ നമുക്ക് മനസ്സിലാവേണ്ടത്, one second. Okay, അപ്പൊ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് എന്താ? ജെഫ് ആസ്ലിനെ കുറിച്ച് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. സോ ബേസിക്കലി വി നീഡ് ടു ഫിഗർ ഔട്ട് what is said about Jeff Asle. Okay, Jeff Asle. Okay, so what is said about Jeff Asle? So that's what we need to understand today. ഒന്ന് നോക്കി, അപ്പൊ നമുക്ക് ഇതിന്ന് മനസ്സിലായി ഫസ്റ്റ് പാരഗ്രാഫിൽ ഇങ്ങനത്തെ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജെഫ് ആസിൽ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് എന്തോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താണ്, എന്ത് എക്സാക്ട്ലി ആണ് പറഞ്ഞേക്കുന്നത്, അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. We need to figure out what exactly is said about Jeff Asle in the first paragraph. Okay, so നമുക്ക് let's dive into it. So നിങ്ങൾ ഹെഡിങ് അടക്കം വായിക്കണം കേട്ടോ. ഹെഡിങ് ഉൾപ്പെടെ read the first paragraph. Okay, do not forget the heading. All of you take 55 seconds on the first paragraph. വായിക്കുക എല്ലാവരും.
Okay, Smita, heading ഇവിടെ വരെ ഒന്ന് വായിച്ചു കേട്ടോ. Yes, ma'am. Yeah. Heading: Concussion and dementia. How dementia is changing football forever. How dementia is changing now, Smita? Okay. Sorry, how medicine is changing. How Sorry, medicine is, that's okay. How medicine is changing. So heading, concussion and dementia. ഇവിടെ പറഞ്ഞിരിക്കുന്ന heading എന്നാ? ഒന്നും പറഞ്ഞു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? രാധിക, സ്മിത, മഞ്ജു, others. ഇവിടെ പറഞ്ഞിരിക്കുന്ന heading എന്താ? ടോപ്പിക്കിന്റെ heading ആണോ ഉദ്ദേശിച്ചേക്കണേ? No, ma'am. അതല്ല. നമ്മള് ഈ ഫുട്ബോൾ പ്ലേസിലൊക്കെ രണ്ടാൾക്കാർ ഇങ്ങനെ ഫുട്ബോൾ ഇത് ചെയ്യുമ്പോൾ അവരെ തല കൂട്ടിയിരിക്കുന്നില്ലേ, അതിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് ഹെഡിങ് ഉദ്ദേശിക്കുന്നത്. സോ ഹെഡിങ്, കൺകഷൻ, ഡിമെൻഷ്യ. How medicine is changing the game of football forever. എങ്ങനെയാണ് ഒരു മെഡിസിൻ ഫുട്ബോളിന്റെ തന്നെ മാറ്റിമറിക്കുന്നത്. അപ്പൊ ഇവിടെ ഫോക്കസ് ഹെഡിങ്, അതൊരു ഇഞ്ചുറി ആയിട്ട് രണ്ടുപേരുടെ തല കൂട്ടിയിരിക്കുമ്പോൾ, എസ്പെഷ്യലി അവരിങ്ങനെ ഫുട്ബോൾ ഒക്കെ കളിക്കുന്ന സമയത്ത് തല കൂട്ടിയിരിക്കുന്ന അതാണ് കൺകഷൻ. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാം ഡിമെൻഷ്യ, അതും എങ്ങനെയാണ് one medicine is changing football forever. Okay, all right. So first sentence വായിച്ചോളൂ കേട്ടോ സ്മിത. Football, particularly the act of heading, has been linked to damage to players' brains since 2014, when a coroner attributed England striker Jeff Ashley's death to industrial disease, one of the standard short-form conclusions used by coroners from repeated heading. All of you അതൊന്ന് വായിച്ചേക്ക്, നിങ്ങൾ എല്ലാവരും അതൊന്ന് വായിച്ചേ. Football, the game football, particularly the act of heading, especially in football when two people hit their head together, തല കൂട്ടിയിരിക്കുന്നത്. Football, especially in a തല ഇടിക്കുന്ന ഒരു act, has been linked to, has been related to damage to players' brains since 2014. 2014 മുതൽ കളിക്കുന്ന ആൾക്കാരുടെ ബ്രെയിനിന്റെ ഡാമേജിന് ഒരു കണക്ഷൻ ഉണ്ട്. എന്തായിട്ട്? ഫുട്ബോളിലെ ഹെഡിങ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യമായിട്ട്. When so football, particularly the act of heading, has been connected to brain damage in players since 2014, when a coroner attributed. What is the attributed എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണ് attributed എന്ന് പറയാം? ഒന്ന് പറഞ്ഞു. Come on, tell me. Leading, ma'am. Is it leading? Take a second. No, Preeta, Radhika, Saina, Shari, Anu, what do you guys think? Attributed. Leading ആണോ സ്മിത? ഒന്ന് ചിന്തിച്ചേ. Part. Like a contribution, contributed? No, not exactly. As a reason. When you say one thing attributes to another, means that thing acts as a reason. So here, coroner ara? Are coroner? Coroner ara? A person who, conducts the autopsy. No, autopsy conduct ചെയ്യുന്ന ആള്, മോർഗിലേക്ക് ഓട്ടോപ്സി കണ്ടക്ട് ചെയ്യുന്ന ആളെയാണ് നമ്മൾ കൊറോണർ എന്ന് വിളിക്കുക കേട്ടോ. മരിച്ചുപോയ ഒരാളുടെ ഓട്ടോപ്സി ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഡോക്ടറെയാണ് നമ്മൾ കൊറോണർ വിളിക്കുക കേട്ടോ. കൊറോണർ എന്ന് വെച്ചാൽ the doctor who carries out who does autopsy. മോർച്ചറിയിലോ അല്ലെങ്കിൽ മോർഗിലൊക്കെ ഓട്ടോപ്സി കണ്ടക്ട് ചെയ്യുന്ന ഡോക്ടറെയാണ് നമ്മൾ എന്ത് പറയാ? കൊറോണർ എന്ന് പറയാം. അപ്പൊ ആ ഡോക്ടർ ആട്രിബ്യൂട്ട് ചെയ്തു, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണോ, സംഭാവന കൊടുത്തു, അങ്ങനെയല്ല, ആട്രിബ്യൂട്ട് ചെയ്തു, കാരണമായി കണ്ടു. ഓക്കെ, റീസൺ ഫോർ, when you say something attributes to, here giving the reason. So reason for coroner reason ആയിട്ട് കണ്ടു in the England striker Jeff Ashley's death. അപ്പൊ സ്ട്രൈക്കർ ഒരു പൊസിഷൻ ആയിട്ട് ഫുട്ബോളില്, ഇംഗ്ലണ്ട് സ്ട്രൈക്കർ ജെഫ് ആസ്ലിസ് ഡെത്ത് ടു ഇൻഡസ്ട്രിയൽ ഡിസീസ്. അപ്പൊ അയാള് ഈ ജെഫ് ആസ് എന്ന് പറഞ്ഞ ആളുടെ മരണം ഇൻഡസ്ട്രിയൽ ഡിസീസ് കൊണ്ടാണ് അതുകൊണ്ടാണ്, അത് കാരണമാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഇൻഡസ്ട്രിയൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ സ്റ്റാൻഡേർഡ് ഷോർട്ട് ഫോം കൺക്ലൂഷൻസ് യൂസ്ഡ് ബൈ കൊറോണേഴ്സ്. ഇതെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് ഷോർട്ട് ഫോം ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും പറയുന്ന ഒരു ഷോർട്ട് ഫോം ആണ് ഇൻഡസ്ട്രിയൽ ഡിസീസ്. അത് പൊതുവെ ഈ ഓട്ടോപ്സി കണ്ടക്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് എന്ത്? ഇൻഡസ്ട്രിയൽ ഡിസീസ്. അപ്പോൾ ഫുട്ബോളിലെ ആക്ട് ഓഫ് ഹെഡിങ് എന്ന് പറഞ്ഞ സംഭവം എപ്പോഴും നമ്മൾ ബ്രെയിൻ ഡാമേജ് ആയിട്ട് കണക്റ്റഡ് ആണ്. 2014 മുതൽ
ഓക്കെ, അതെപ്പോ അപ്പം മുതലാണ് അപ്പോഴാണ് ഒരു ഓട്ടോപ്സി ചെയ്ത ഡോക്ടർ, ഈ ഒരു ഇംഗ്ലണ്ട് സ്ട്രൈക്കർ ജെഫ് ആസിന്റെ അങ്ങനത്തെ ഒരു പ്ലെയറിന്റെ ഓട്ടോപ്സി കണ്ടക്ട് ചെയ്ത ഡോക്ടർ അയാളുടെ മരണം ഇൻഡസ്ട്രിയൽ ഡിസീസ് കൊണ്ടാണ്. എന്തിൽ നിന്നുള്ള ഇൻഡസ്ട്രിയൽ ഡിസീസ്? റിപ്പീറ്റഡ് ഹെഡിങ്, വീണ്ടും വീണ്ടും തലയിടിച്ചത് കൊണ്ടുണ്ടായ ഇൻഡസ്ട്രിയൽ ഡിസീസ്. ഈ ഇൻഡസ്ട്രിയൽ ഡിസീസ് എന്ന് പറഞ്ഞ ടേം ഒരു ഷോർട്ട് ഫോം ആണ്, എപ്പോഴും കൊറോണേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ഫോം ആണ്. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കി ഫസ്റ്റ് സെന്റൻസ് കമ്മ. Okay, football particularly എന്ന് വെച്ചാൽ especially, especially the act of heading എന്ന് വെച്ചാൽ തല കൂട്ടിയിരിക്കുന്നതിന് കേട്ടോ. especially the heading has been linked to, connected to brain damage since 2014. അപ്പൊ എന്താ സംഭവിച്ച? ഒരു ഫുട്ബോൾ പ്ലെയർ ജെഫ് ആസലിന്റെ ഡെത്ത് ഇൻഡസ്ട്രിയൽ ഡിസീസ് ആണ് എന്ന് ആ ഓട്ടോപ്സി കണ്ടക്ട് ചെയ്ത ഡോക്ടർ പറഞ്ഞു. എന്തിൽ നിന്ന് ഉത്ഭവിച്ച ഇൻഡസ്ട്രിയൽ ഡിസീസ്? വീണ്ടും വീണ്ടും തല കൂട്ടിയിരിക്കുന്നതിൽ നിന്നുണ്ടായ ഇൻഡസ്ട്രിയൽ ഡിസീസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത് വായിച്ചോട്ടെ, അടുത്ത് എൻഡ് വരെ വായിച്ചോട്ടെ സ്മിത. Yes, ma'am. Studies found that Asler's brain showed signs of chronic traumatic encephalopathy (CTE), a neurodegenerative disease commonly seen in boxers. Since then, other studies have investigated the connection with the football, and growing scientific consensus exists that heading increases the risk of dementia, says Gil Livingston, a professor of psychiatry of older people. ഇനി അപ്പൊ ഈ കൊറോണർ പറഞ്ഞു ഇയാളുടെ മരണം ഇൻഡസ്ട്രിയൽ ഡിസീസ്, വീണ്ടും വീണ്ടും തലയിടിച്ചു എന്നുള്ള ഇൻഡസ്ട്രിയൽ ഡിസീസ് എന്നാണ് പറഞ്ഞു. എന്നിട്ട് സ്റ്റഡീസ് കണ്ടെത്തി ആസൽസ് ബ്രെയിൻ ഷോഡ് സയൻസ് ഓഫ് CTE, ക്രോണിക് ട്രോമാറ്റിക് എൻസെഫലോപ്പതി എന്ന സംഭവത്തിന്റെ സയൻസ് കാണിച്ചു അയാളുടെ ബ്രെയിൻ. അതെന്താണ്? ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് ആണ്. ആരിൽ കണ്ടുവരുന്ന? ബോക്സിംഗ് ചെയ്യുന്ന ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു ഡിസീസ് ആണ്. അപ്പൊ ഈ ഫുട്ബോൾ പ്ലെയർ മരിച്ച അയാൾക്ക് ഇൻഡസ്ട്രിയൽ ഡിസീസ് ആണെന്ന് പറഞ്ഞു. അത് റിപ്പീറ്റഡ് ഹെഡിങ്, അതൊരു എന്ത് ടേം ആണെന്ന് ഒരു കോമൺ ഒരു സ്റ്റാൻഡേർഡ് ടേം ആണ്. ഓട്ടോപ്സി നടത്തുന്ന ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ടേം ആണ്. ആ ടേം ഉപയോഗിച്ചാണ് അയാളുടെ മരണകാരണം പറഞ്ഞത്. അത് റിപ്പീറ്റഡ് ഹെഡ്, വീണ്ടും വീണ്ടും തലയിടിക്കും. ഇയാളൊരു ഫുട്ബോൾ പ്ലെയർ അല്ലേ? ഓക്കെ, ഇനി ഇയാളുടെ ബ്രെയിൻ പഠിച്ച സയന്റിസ്റ്റ് കണ്ടെത്തി ഇയാളുടെ ബ്രെയിനിൽ ക്രോണിക് ട്രോമാറ്റിക് എൻസെഫലോപ്പതിയുടെ സയൻസ് ഉണ്ടായിരുന്നു. അതൊരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് ആണ്. അത് പൊതുവെ ആരിൽ കണ്ടുവരുന്ന? ബോക്സിംഗ് ചെയ്യുന്ന ആൾക്കാരിൽ കണ്ടുവരുന്ന. ഓക്കെ, അന്ന് മുതൽ since then other studies have investigated the connection with football and a growing scientific consensus. എനിക്ക് ഇതിന്റെ അർത്ഥം നിങ്ങളൊന്ന് പറഞ്ഞു. ഗ്രോയിങ് സയന്റിഫിക് കൺസെൻസസ് എന്ന് പറഞ്ഞാൽ എന്താ ഈ കൺസെൻസസ്? ഒന്ന് ചിന്തിച്ചു, ഒന്ന് വായിച്ചു നോക്കി. ഒരു ഗ്രോയിങ് വെരി ഗുഡ്, എഗ്രിമെന്റ്. യെസ്, ഇറ്റ്സ് കറക്റ്റ്, എഗ്രിമെന്റ്. റൈറ്റിംഗിൽ ഓർത്ത് വെക്കണം കേട്ടോ, പുതിയൊരു അത് വളരെ കോമൺ ടേം ആട്ടോ റൈറ്റിംഗിലും. കൺസെൻസസ് എന്ന് വെച്ചാൽ എഗ്രിമെന്റ്, എല്ലാവരും ഒരുമിച്ച് എഗ്രി ചെയ്തു. അപ്പൊ ഇവിടെ എല്ലാവരും ആരാ? സയന്റിസ്റ്റുകൾ. ഓക്കെ, അപ്പൊ പല സ്റ്റഡീസും ഇയാളുടെ ഈ ആസിൽസിന്റെ ബ്രെയിനിലുണ്ടായ പ്രശ്നം അത് സ്റ്റഡി ചെയ്ത് അത് ക്രോണിക് ട്രോമാറ്റിക് എൻസെഫലോപ്പതിയുടെ സയൻസ് ഉണ്ടെന്ന് കണ്ടത് മുതൽ പല സ്റ്റഡീസും ഇങ്ങനത്തെ ഈ ഫുട്ബോൾ ആയിട്ടുള്ള കണക്ഷൻ, ബ്രെയിൻ ഡാമേജും ഫുട്ബോൾ ആയിട്ടുള്ള കണക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ഗ്രോയിങ് കൂടി വരുന്ന ഒരു സയന്റിഫിക് കൺസെൻസസ് എഗ്രിമെന്റ് ഉണ്ട്. എന്താണ് ആ എഗ്രിമെന്റ്? ഹെഡിങ് എന്ന് വെച്ചാൽ തലയിരിക്കുന്നത് ഇൻക്രീസസ് റിസ്ക് ഓഫ് ഡിമെൻഷ്യ. അത് അങ്ങനെയാണ് ഗിൽ ലിവിങ്സ്റ്റൺ, ഒരു സൈക്കാട്രി, ഓൾഡർ പീപ്പിളിൽ സൈക്കാട്രി അതിന്റെ ഒരു പ്രൊഫസർ, അയാൾ പറയുന്നത്. ഒന്ന് വായിച്ചു വെക്കുന്നത്. ഫുട്ബോൾ, എസ്പെഷ്യലി ഫുട്ബോളിലെ ഹെഡിങ് എന്ന് പറഞ്ഞൊരു സംഭവം പ്ലെയേഴ്സിന്റെ ബ്രെയിൻ ഡാമേജ് 2014 മുതൽ ബ്രെയിൻ ഡാമേജ് ആയിട്ട് കണക്റ്റഡ് ആണ് എന്നുണ്ട്. ഇത് എപ്പോഴാണ്? 2014 ഒരു ഓട്ടോപ്സി ചെയ്ത ഒരാള്, മറ്റേ സ്ട്രൈക്ക് ഒരു പ്ലെയർ, ഒരു ഫുട്ബോൾ പ്ലെയറിന്റെ ഓട്ടോപ്സി നടത്തിയ ഡോക്ടർ അയാളുടെ മരണം ഇൻഡസ്ട്രിയൽ ഡിസീസ് ആയിട്ട് കാരണമാണെന്ന് പറഞ്ഞു. എന്തിൽ നിന്ന് ഉത്ഭവിച്ച ഇൻഡസ്ട്രിയൽ ഡിസീസ്? റിപ്പീറ്റഡ് ഹെഡിങ്ങിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഈ വേർഡ്, ഈ ഇൻഡസ്ട്രിയൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഷോർട്ട് ഫോം ആണ്, പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ഫോം ആണ്. ആരുപയോഗിക്കുന്ന? കൊറോണേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ഫോം ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നീട് നടത്തിയ സ്റ്റഡീസ് കണ്ടെത്തി ഈ പ്ലെയറിന്റെ ബ്രെയിനിൽ CT, ക്രോണിക് ട്രോമാറ്റിക് എൻസെഫലോപ്പതിയുടെ സയൻസ് ഉണ്ട്. അതൊരു എന്താണ്? ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് ആണ്. പൊതുവെ അത് കണ്ടുവരുന്ന ബോക്സർമാരിലാണ്. ഓക്കെ, അപ്പം മുതൽ വേറെ പല സ്റ്റഡീസും ഫുട്ബോൾ ആയിട്ടുള്ള കണക്ഷൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ബ്രെയിൻ ഇഞ്ചുറീസിന്റെ. എന്നിട്ട് ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റിയുടെ ഒരു കൂടി വരുന്ന ഒരു എഗ്രിമെന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പലരിലും കൂടുതലായിട്ട് വരുന്ന ഒരു അഭിപ്രായം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിമിൽ തല ഇടിക്കുന്നത് ഡിമെൻഷ്യയുടെ റിസ്ക് കൂട്ടും എന്നുള്ളൊരു ഇതുണ്ട്. ഒന്ന് വായിച്ചു നോക്കി കേട്ടോ. കമോൺ.
ഓക്കെ, അപ്പൊ നമുക്ക് ഐഡിയ മനസ്സിലായി. നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഇതാണ് വേറൊരു പ്രശ്നം. നിങ്ങൾ ചോദ്യത്തിലോട്ട് പോകുമ്പോൾ വായിച്ച കാര്യം മറക്കരുത്. അപ്പൊ 2014 കണ്ടെത്തിയ കാര്യം ഇൻഡസ്ട്രിയൽ ഡിസീസ് എന്നുള്ള ടേം വെച്ചിട്ടാണ് റൈറ്റർ പറയുന്നുണ്ട് കേട്ടോ. ഇൻഡസ്ട്രിയൽ, ഇപ്പൊ നിങ്ങൾ നോക്ക് കേട്ടോ, റൈറ്റർ 2 കൊട്ടേഷൻ മാർക്കിലാണ് പറയണത്. ഇൻഡസ്ട്രിയൽ ഡിസീസ് എന്നുള്ളത് കൊട്ടേഷൻ മാർക്കിലാട്ടോ ഇട്ടേക്കണേ. അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കാം കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസീസ് എന്നുള്ള ടേം വെച്ചിട്ടാണ് കൊറോണ ഓട്ടോപ്സി നടത്തിയ ആളതിനെ ഡിസ്ക്രൈബ് ചെയ്ത്. അപ്പൊ മുതലുള്ള അപ്പൊ ഇയാളുടെ ബ്രെയിൻ, ആ മരിച്ചുപോയ പ്ലെയറിന്റെ ബ്രെയിൻ പഠിച്ച ആൾക്കാർ പറഞ്ഞത് അയാൾക്ക് ക്രോണിക് ട്രോമാറ്റിക് എൻസെഫലോപ്പതിയുടെ സയൻസ് ഉണ്ട്. അത് പൊതുവെ ബോക്സിംഗ് ചെയ്യുന്ന ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു ഇഞ്ചുറിയാണ്. പിന്നെ അപ്പം മുതൽ പലരും ഈ ഹെഡിങ്ങിന്റെയും ബ്രെയിൻ ഡാമേജിന്റെ കണക്ഷൻ പഠിച്ചിട്ട് പലരും പറയുന്ന ഒരു കാര്യം, പല സയന്റിസ്റ്റുകളും എഗ്രി ചെയ്യുന്ന ഒരു കാര്യം, ഹെഡിങ് ഡിമെൻഷ്യയുടെ റിസ്ക് കൂട്ടും എന്നാണ്. ഓൾ ഓഫ് യു കം ഓൺ ഒന്ന് വായിച്ചു നോക്കി, വായിച്ചു കേട്ടോ. മാം ഇവിടെ ഇൻഡസ്ട്രിയൽ ഡിസീസ് എന്ന് പറയുന്നത് എന്താണ് മാം? അങ്ങനെ ഒരു ടേം ആണെന്നാ പറയണേ. ഓക്കെ, അവിടെ വേറൊന്നും നമ്മുടെ അടുത്ത് പറയുന്നത് കണ്ടോ, വേറൊന്നും റൈറ്റർ പറയും. നിങ്ങൾ കൊട്ടേഷൻ മാർക്കിലാട്ടോ റൈറ്റർ അത് അവര് അങ്ങനെ പറയണേ. ഇൻഡസ്ട്രിയൽ ഡിസീസ് എന്നുള്ളൊരു ടേം ഉപയോഗിച്ച് ഹെഡിങ്ങിൽ നിന്നുണ്ടായ ഇൻഡസ്ട്രിയൽ ഡിസീസ് എന്ന ടേം ഉപയോഗിച്ചിട്ടാണ് ഈ ഓട്ടോപ്സി ചെയ്ത ഡോക്ടർ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്തത് എന്നാണ് നമ്മുടെ റൈറ്റർ പറയണേ. അതെന്താണെന്നൊന്നും അയാൾ പറഞ്ഞിട്ടില്ല. എന്നിട്ട് അയാൾ ഒരേ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ ടേം എന്താണെന്നു ഒരു സ്റ്റാൻഡേർഡ് ഷോർട്ട് ഫോം ആണ്, പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ഫോം ആണ്. പൊതുവെ എന്തെങ്കിലും ഒരു ഓട്ടോപ്സി ചെയ്ത് കഴിഞ്ഞാൽ അവർ അസുഖം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ഇത് ഇൻഡസ്ട്രിയൽ ഡിസീസ്. അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, നമ്മുടെ അടുത്ത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് മനസ്സിൽ വെക്കട്ടെ. പ്രത്യേകിച്ച് അതിന് ഇൻഡസ്ട്രിയൽ ഡിസീസ് പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വേർഡ്, അതിന് പ്രത്യേകിച്ച് ഡെഫിനേഷൻ ഒന്നും അവിടെ തന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിൽ വെക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻ നോക്കാം. സ്മിത ഒന്ന് വായിച്ചപ്പോ നമുക്കറിയേണ്ടത് നമ്മൾ എന്താണ് ജെഫ് ആസിലിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ആദ്യത്തെ പാരഗ്രാഫിൽ നിന്ന്. സ്മിത ഓപ്ഷൻസ് വായിച്ചേ. യെസ് മാം. ഓപ്ഷൻ എ, ഹിസ് ബ്രെയിൻ ഇഞ്ചുറീസ് റിസംബിൾഡ് ദോസ് ടിപ്പിക്കലി സഫേർഡ് ബൈ ബോക്സേഴ്സ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പൊതുവെ ബോക്സിംഗ് ചെയ്യുന്ന ആൾക്കാർ സഫർ ചെയ്യുന്ന ഇഞ്ചുറി ആയിട്ട് സാമ്യമുള്ള ഇഞ്ചുറീസ് ആണ് ജെഫ് ആസിലിന് ഉണ്ടായ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഫസ്റ്റ് പാരയില്? ഒട്ടും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഹോൾഡിലിടാം. നമുക്ക് അപ്പൊ ഇതായിരിക്കാനാ സാധ്യത. പക്ഷെ നമുക്ക് അടുത്തൊക്കെ വായിച്ചു നോക്കാം. സ്മിത മൂവ് ഓൺ, അടുത്തൊന്ന് വായിച്ചേ. മാം ഓപ്ഷൻ ബി, his death led to more research into the link between football and dementia. His death led to more research into the link. ഫുട്ബോളിനെയും ഡിമെൻഷ്യനെയും കുറിച്ചുള്ള ലിങ്ക് മനസ്സിലാക്കാനുള്ള കൂടുതൽ റിസർച്ചിലോട്ട് അയാളുടെ മരണം നയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? നോക്കി പറഞ്ഞിട്ടുണ്ടോ? നോക്കി കൂടുതൽ റിസർച്ചിലോട്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ? അയാളുടെ മരണം കൊണ്ട് കൂടുതൽ റിസർച്ച് നടത്തി എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പം മുതൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അയാളുടെ മരണം കൊണ്ടെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണോട്ടോ. നിങ്ങൾക്ക് ഈ സിൻസ് ദെൻ കാണുമ്പോ മിസ് അപ്പം മുതലുണ്ടല്ലോ അങ്ങനെ പറഞ്ഞിട്ട്, അപ്പം മുതലുണ്ടെന്ന് പറഞ്ഞിട്ട്, പക്ഷെ നമ്മുടെ ഓപ്ഷൻ വായിച്ചു നോക്കി. അയാളുടെ മരണം കൂടുതൽ റിസർച്ചിലോട്ട് നയിച്ചു ഫുട്ബോളും ഡിമെൻഷ്യയും തമ്മിൽ, അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം മുതൽ റിസർച്ച്, ബ്രെയിൻ ഡാമേജും ഹെഡിങ്ങും തമ്മിലുള്ള റിസർച്ചുകൾ ഒരുപാട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അയാളുടെ മരണം അപ്പം മുതൽ എന്ന് വെച്ചാൽ 2014 മുതൽ അയാളുടെ മരണം കൊണ്ട് കൂടുതൽ റിസർച്ച് വന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അടുത്തത്. Ma'am, option C, the cause of death originally given for him was changed on further investigation. The cause of death originally given for him was changed on further investigation. അയാളുടെ മരണകാരണം പിന്നീട് മാറ്റി എന്ന് പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്കത് റിജക്ട് ചെയ്യാം. അത് ഓഫ് കോഴ്സ്. ഓക്കെ, അടുത്തത്. Option D, he was the first footballer to claim that his dementia was caused by heading a ball. അയാളാണോ പറഞ്ഞേ? അയാളാണ് ആദ്യത്തെ ഫുട്ബോളർ. ഡിമെൻഷ്യ അയാള് ഒരു ബോൾ ഹെഡിങ് ചെയ്തുകൊണ്ട് ആണ് അയാൾക്ക് ഡിമെൻഷ്യ ഉണ്ടായി എന്ന് ക്ലെയിം ചെയ്ത ആദ്യത്തെ ഫുട്ബോളർ ആണോ അയാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഏതാ നമുക്ക് ആൻസർ? എ ആണോ ബി ആണോ? നിങ്ങൾക്ക് ബി ഡൗട്ട് തോന്നൂട്ടോ. ഒന്ന് നിൽക്കട്ടെ, ബി ഡൗട്ട്ഫുൾ ആണ്. നോക്കി, ഇയാളുടെ ഡിസീസ് ഇൻഡസ്ട്രിയൽ ഡിസീസ് കൊണ്ടാണ് മരിച്ചതെന്ന് കൊറോണർ പറഞ്ഞു. സ്റ്റഡീസ് പലതും കാണിച്ചു. അതായത് ഈ സെന്റൻസ് ആട്ടോ, ബോക്സേഴ്സിലുള്ള ഇഞ്ചുറി അയാൾക്കുണ്ടെന്ന് കാണിച്ചു. സിൻസ് ദെൻ അപ്പം മുതൽ വേറെ സ്റ്റഡീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട് ഫുട്ബോളിന്റെ കണക്ഷൻ, ഡിമെൻഷ്യയുടെ ഹെഡിങ് റിസ്ക് കൂട്ടുന്നു എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് കൂടുതൽ സ്റ്റഡീസ് നടന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ അയാളുടെ മരണം കൊണ്ട് കൂടുതൽ സ്റ്റഡീസ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചൂസ് ചെയ്തേക്കുന്നത്? ഓപ്ഷൻ എ ചൂസ് ചെയ്തേക്കുന്നത്. ഒന്ന് നോക്കി, നോക്കി
ഇതാന്ന് തോന്നൂട്ടോ. സിൻസ് ദെൻ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോന്നും. പക്ഷെ അവിടെ പറഞ്ഞിട്ടില്ല അയാളുടെ മരണം ഇതിലോട്ട് നയിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന് നോക്കിയേ, നോക്ക് കേട്ടോ, നോക്ക് കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അനൂപ്, can you read the next question? Yes. വായിച്ചോളൂ കേട്ടോ. What is suggested about the writer's attitude towards the phrase industrial disease? What is suggested? What is suggested about the writer's attitude towards the phrase industrial disease? Phrase ന്റെ മീനിങ് കണ്ടുപിടിക്കാനാണോ പറഞ്ഞേക്കണേ? ആണോ? നോക്കി അല്ല, നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? റൈറ്റേഴ്സ് ആറ്റിറ്റ്യൂഡ്. പാരഗ്രാഫ് പ്രകാരം റൈറ്ററിന്റെ ആറ്റിറ്റ്യൂഡ് എന്താ? എന്തിനോട്? ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ഫ്രേസ്. ഇത് ഇച്ചിരി സംഭവം ഔട്ട് ദെയർ ആണ്, ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് നോക്കാം. റൈറ്റേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ഫ്രേസ്. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു മിനിറ്റ്. ഫ്രേസ് ഇൻഡസ്ട്രിയൽ ഡിസീസ്. ഇൻഡസ്ട്രിയൽ ഡിസീസ് അങ്ങനത്തെ ഒരു ഫ്രേസിന്റെ ഉപയോഗത്തോട് ഈ റൈറ്ററിന്റെ ആറ്റിറ്റ്യൂഡ്, ആ പാരയിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? റൈറ്ററിന്റെ ആറ്റിറ്റ്യൂഡ് എന്താ? ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്നും കൂടി ഒന്ന് നോക്കാം കേട്ടോ. ഒന്ന് വായിച്ചേ. Football, especially the act of heading, has been connected to damage to players' brains since 2014. 2014 മുതൽ ഫുട്ബോളിലെ ഹെഡിങ്, തല കൊണ്ട് ബോൾ ഇടിക്കുക അല്ലെങ്കിൽ തല കൊണ്ട് ഇങ്ങനെ ഇതിടിക്കുക എന്നുള്ള ഹെഡിങ്, തല ഇടിക്കുന്ന ആ ഒരു ആക്ട് എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? ബ്രെയിൻ ഇഞ്ചുറീസ് ആയിട്ട്, ബ്രെയിൻ ഡാമേജ് ആയിട്ട് കണക്റ്റഡ് ആണ് 2014 മുതൽ. അപ്പോഴാണ് ഒരു കൊറോണർ ആട്രിബ്യൂട്ട് ചെയ്തത്, റീസൺ ആയിട്ട് പറഞ്ഞത് ഇംഗ്ലണ്ടിലെ ഒരു പ്ലെയർ ജെഫ് ആസിന്റെ ഡെത്ത് ഇൻഡസ്ട്രിയൽ ഡിസീസ് മൂലമാണ്. എന്നിട്ട് അയാൾ കൊട്ടേഷൻ മാർക്കിൽ ഇട്ടേക്കാം ഇൻഡസ്ട്രിയൽ ഡിസീസ് ആണ്. അപ്പൊ നമ്മൾ പറയട്ടെ, ഈ കൊട്ടേഷൻ മാർക്കിൽ ഒരു കാര്യം അങ്ങനെ പറയണേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസീസ് ആണെന്നാ പറയണേ, അങ്ങനെ ഒരു കാര്യമാണ് അയാൾ പറഞ്ഞത്. എന്നിട്ട് റൈറ്റർ പറയാണ് ഇതെന്താണ്, ഒരു ഷോർട്ട് ഫോം ആണ്. പലപ്പോഴും കൊറോണേഴ്സ് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫോം ആണ്. ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും, അപ്പൊ നേരത്തെ എന്റെ അടുത്ത് അനൂപ് ചോദിച്ചു മാം ഇതിന്റെ ഡെഫിനേഷൻ എന്താ? പ്രത്യേകിച്ച് ഡെഫിനേഷൻ ഒന്നുമില്ല. അയാൾ പറഞ്ഞേക്കുന്നത് എന്താ റൈറ്റർ, ഇത് പൊതുവെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ഫോം ആണ്. ആരുപയോഗിക്കുന്ന? കൊറോണേഴ്സ് ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോം ആണ്. അപ്പോ ഡെത്ത് ടു ഇൻഡസ്ട്രിയൽ ഡിസീസ്, എന്തിൽ നിന്നുള്ള ഇൻഡസ്ട്രിയൽ ഡിസീസ്? വീണ്ടും വീണ്ടും തല ഇടിച്ചതിൽ നിന്നുണ്ടായ ഒരു ഇൻഡസ്ട്രിയൽ ഡിസീസ് എന്നിട്ട് കൊട്ടേഷനിൽ ഇട്ടേക്കാം. അപ്പൊ ഞാനിപ്പോ ഇന്നലെ ഞാൻ അനൂപിന്റെ അടുത്തോ സ്മിതയുടെ അടുത്ത് സംസാരിച്ചു. സ്മിത എന്റെ അടുത്ത് എന്തോ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇന്ന് അനൂപിനോട് പറയണേ സ്മിത അങ്ങനെ പറഞ്ഞേ, എന്നിട്ട് കൊട്ടേഷൻ മാർക്ക് കാണിക്കാം. നമ്മൾ ചിലപ്പോൾ കാണിക്കൽ ഇങ്ങനെ എഴുതി പറയാം അങ്ങനെ സ്മിത പറഞ്ഞേ. അപ്പോ അത് അവിടെ എന്ത് ആറ്റിറ്റ്യൂഡ് അവർ ക്ലിയർ ആവണേ? റൈറ്റർക്ക് അത് കംപ്ലീറ്റ്ലി ഇതിനോട് എഗ്രിമെന്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇത് ഞാൻ നിങ്ങളോട് പറയാം, സ്മിത ഇന്നലെ എന്നോട് അങ്ങനെ പറഞ്ഞേ, ഞാൻ കൊട്ടേഷൻ മാർക്ക് ഇട്ട് കാണിക്കാം അങ്ങനെ പറഞ്ഞേ. അപ്പൊ അവിടെ ഞാൻ സ്മിതയോട് എഗ്രി ചെയ്യുന്നുണ്ടെന്ന് അനൂപിന് തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷെ സ്മിത അങ്ങനെ പറഞ്ഞേ, ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ നോക്കട്ടെ. അപ്പൊ അതാ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ കൊട്ടേഷൻ മാർക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾ ചില സമയത്ത് കാണാറില്ലേ, ലിസ്ണിംഗ് പാർട്ടിയിൽ ഇന്നലെ നമ്മൾ ചെയ്തപ്പോ കണ്ടു, ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അത് കൊട്ടേഷൻ മാർക്കിൽ ഇട്ടേക്കാം. എപ്പോഴും കൊട്ടേഷൻ മാർക്ക് പറയുമ്പോൾ അത് ഒരാളുടെ സ്പെസിഫിക്, ഇപ്പൊ ഞാനൊരു കാര്യം എഴുതിയിട്ട് ഞാൻ പറയാണ് പേഷ്യന്റ് ഡിസ്ക്രൈബ് ഇറ്റ് ആസ് സ്റ്റാബിംഗ് പെയിൻ എന്നിട്ട് കൊട്ടേഷനിൽ ഇട്ടേക്കാം. സോ എക്സാക്ട്ലി അത് സ്റ്റാബിംഗ് ആവണമെന്നില്ല, പേഷ്യന്റ് ആണ് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതേപോലെ ഇവിടെ ഇൻഡസ്ട്രിയൽ ഡിസീസ് എക്സാക്ട്ലി അതാവണമെന്നില്ല. പക്ഷെ ഇവര് കൊറോണർ അങ്ങനെ പറയണേ, അയാൾ അങ്ങനെ പറയണേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആട്ടോ ഇവിടെ. അത് മനസ്സിൽ വെക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ മുൻപത്തെ പൊതുവെ വൊക്കാബുലറി ഉള്ളപ്പോൾ മുൻപത്തെ സെന്റൻസ് വായിച്ചു നോക്കാം. എന്നിട്ട് അത് വൊക്കാബുലറി ഉള്ള സെന്റൻസ് വായിച്ചു നോക്കാം. ഇവിടെ മുൻപത്തെ സെന്റൻസ് ഇല്ല, ഇത് തന്നെയാണ് ആദ്യത്തെ സെന്റൻസ്. ഓക്കെ, സോ നമുക്ക് ഈ സെന്റൻസിന്റെ മീനിങ് മനസ്സിലായി. ഞാൻ പറഞ്ഞ കാര്യം വെക്കാം. ഈ എന്താ പറയാ, ഈ കൊട്ടേഷൻ മാർക്ക് ഇടുമ്പോൾ അവരെങ്ങനെ പറഞ്ഞേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആട്ടോ, മനസ്സിൽ വെച്ചേക്കാം. നമുക്കിനി ഓപ്ഷൻസ് നോക്കാം. ഓക്കെ, അപ്പൊ നിവ്യ ഓപ്ഷൻസ് ഒന്ന് വായിച്ചേ. ഒരു മിനിറ്റ്, ആര് വായിച്ചു? അനൂപ് അല്ലേ വായിച്ചേ? അനൂപ് ഒന്ന് ഓപ്ഷൻസ് വായിച്ചു. സോറി കേട്ടോ, അനൂപ് ഒന്ന് വായിച്ചു. Option A, he assumes it is a carefully considered explanation. വളരെ റൈറ്റർ അസ്യൂം ചെയ്യുന്നു. ഇറ്റ് എന്താ ഇവിടെ റെഫർ ചെയ്യുന്നത്? ഇറ്റ് എന്താ?
ഇൻഡസ്ട്രിയൽ ഡിസീസ്. ഇൻഡസ്ട്രിയൽ ഡിസീസ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ കൺസിഡർ ചെയ്ത ഒരു എക്സ്പ്ലനേഷൻ. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആണോ നിങ്ങൾക്ക് തോന്നണേ? No. No, of course not. Okay, അടുത്തത്. B. He believes it shows the coroner wasn't through thorough enough. തറോ എന്ന് വെച്ചാൽ ഫുൾ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, നല്ല തറോ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ല എന്നാണോ റൈറ്റർക്ക് തോന്നണേ? തറോ ഇനഫ്, ശ്രദ്ധയോടെ എല്ലാം ചെയ്തിട്ടില്ല, അങ്ങനെയാണോ? കൊറോണർ ഒന്നും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല, തറോ ആയിട്ട് ചെയ്തിട്ടില്ല എന്നൊരു ബിലീഫ് റൈറ്റർക്ക് ഉണ്ട് എന്നാണോ കാണിക്കണേ? നമുക്ക് നോക്കാം. അടുത്തത് നോക്കി. See, he doesn't feel it is completely appropriate in this case. റൈറ്റർക്ക് തോന്നുന്നു ഈ ഫ്രേസ് ഈ കേസിൽ, നമ്മളിപ്പോ പറയുന്ന കേസിൽ അപ്രോപ്രിയേറ്റ് അല്ല എന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് എന്താ, അപ്പൊ റൈറ്റർക്ക് തോന്നുന്നത് കൊറോണർ അയാളുടെ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല എന്നാണോ, അത് റൈറ്റർക്ക് തോന്നുന്നു ഈ ടേം ഈ കേസിൽ അപ്രോപ്രിയേറ്റ് അല്ല എന്നൊരു തോന്നലാണോ? ഓക്കെ, ലാസ്റ്റ് ഓപ്ഷൻ. He thinks it effectively highlights the seriousness of the findings. He thinks, writer think ചെയ്യുന്നു, industrial disease effectively correct ആയിട്ട് എഫക്റ്റോട് കൂടി ഹൈലൈറ്റ് ചെയ്യുന്നു എത്രമാത്രം സീരിയസ് ആണ് ഫൈൻഡിങ്സ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എത്ര സീരിയസ് അല്ല അയാൾ അത് കറക്റ്റ് ആ ഫ്രേസ് കറക്റ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നു ഈ അസുഖത്തിന്റെ സീരിയസ്നെസ്. അങ്ങനെ റൈറ്റർക്ക് തോന്നുന്നാണോ നമുക്ക് തോന്നിയ? കൊട്ടേഷനിലാ കൊടുത്തത്? അല്ല. അപ്പൊ ബി അല്ലെങ്കിൽ സിയിലേതാ? കൊറോണറിന്റെ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല എന്നല്ലോ, അങ്ങനെയാണോ? സി ആണ് കേട്ടോ. ഈ ടേം അപ്രോപ്രിയേറ്റ് അല്ല, അതല്ലേ പറയും ഇതൊരു കാരണം എന്താ, അയാൾ കമന്റ് ചെയ്യുന്നുണ്ട് ഇത് പൊതുവെ കൊറോണർമാർ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ്, അല്ലാതെ അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അതാ ടേം ഉപയോഗിച്ച് അയാൾ ഡിസ്ക്രൈബ് ചെയ്തത് പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് എന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഈ കേസിൽ അത് അപ്രോപ്രിയേറ്റ് ആണെന്ന്. എന്നിട്ട് കൊട്ടേഷനിൽ പറയാം ഈ കൊറോണർ ഇയാളുടെ ഡെത്ത് ഇന്ന കാരണമാണെന്ന് പറഞ്ഞു, എന്നിട്ട് ഈ ടേം ഉപയോഗിച്ചു. എന്നിട്ട് റൈറ്റർ ബ്രാക്കറ്റ് തന്നേക്കാം ഇത് പൊതുവെ ഉപയോഗിക്കുന്ന ടേം ആട്ടോ. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ആറ്റിറ്റ്യൂഡ് ഇവിടെ അപ്രോപ്രിയേറ്റ് ആണെന്ന് റൈറ്റർക്ക് തോന്നും. അതുകൊണ്ടല്ലേ റൈറ്റർ കൊട്ടേഷനിലും തന്നത്, എന്നിട്ട് പറഞ്ഞു ഇത് സ്റ്റാൻഡേർഡ് ടേം ആട്ടോ. അയാൾ അങ്ങനെ പറയണേ. അപ്പൊ അല്ലാതെ കൊറോണർ ജോലി ചെയ്തില്ല എന്നാണോ പറയാ, തറോ ആയിരുന്നില്ല എന്നാണോ പറയണേ? അല്ല. അയാൾക്ക് തോന്നുന്നു ഈ ടേം അപ്രോപ്രിയേറ്റ്, അയാൾ ഈ ടേം ഉപയോഗിച്ചാൽ പറഞ്ഞത്, എന്നിട്ട് അത് കൊട്ടേഷൻ. അപ്പൊ എപ്പോഴും ഒരു കാര്യം വേറൊരാൾ ചെയ്തൊരു കാര്യം നമ്മൾ ഈ കൊട്ടേഷനൊക്കെ അവർ ഉപയോഗിച്ച ടേം ഒക്കെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അവിടെ അവർ അതിനോട് കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇതാണ് ബേസിക്കലി നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അവരങ്ങനെ പറഞ്ഞേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവിടെ വ്യക്തമാകുന്നത്. അപ്പൊ അവരങ്ങനെ ആ വേർഡ് ഉപയോഗിച്ചാൽ പറഞ്ഞേ. സോ ഡസ് ദ റൈറ്റർ ഫീൽ ഇറ്റ്സ് അപ്രോപ്രിയേറ്റ്? നോ. സോ ദാറ്റ്സ് വൈ സി ഈസ് ദി ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയുണ്ടല്ലോ ആറ്റിറ്റ്യൂഡ്. ഈ കൊട്ടേഷൻ മാർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ഫ്രേസ് വേറെ ആൾ ചെയ്തൊരു കാര്യം കൊട്ടേഷൻ മാർക്ക് ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന റൈറ്റർക്ക് അത് അപ്രോപ്രിയേറ്റ് ആണ് അല്ല. ഓക്കെ, അതുകൊണ്ടാണ് അയാൾ അവർ ഉപയോഗിച്ച എക്സാക്ട് ടേം എടുത്തത് കൊട്ടേഷൻ മാർക്കിൽ ഇട്ടിട്ട് ഇതായിരുന്നു എങ്ങനെയാട്ടോ അവർ പറഞ്ഞേ. ഓക്കെ, അപ്പൊ ആ കൊട്ടേഷൻ മാർക്കും ആ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അവിടെ നോക്കുക. ഒന്ന് വായിച്ചു ഓൾ ഓഫ്. ഇത് ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ, നിങ്ങൾ അത് ആ ക്വട്ടേഷൻ മാർക്കിന്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ. സോ എനിത്തിങ്, ഐ തിങ്ക് ഐ ഹവ് സീൻ one another material similar situation where somebody വേറൊരാൾ ഒരു ടേം യൂസ് ചെയ്തിട്ട് അത് റൈറ്റർ എഴുതുമ്പോൾ അവരങ്ങനെ പറഞ്ഞേ എന്നത് കൊട്ടേഷൻ മാർക്കിൽ കാണിക്കാം. സോ ഡസ് ദ റൈറ്റർ ഫീൽ ദാറ്റ് ടേം ഈസ് അപ്രോപ്രിയേറ്റ്? നോ. അതുകൊണ്ടാണ് അവർ ഉപയോഗിച്ച ആ ടേം കൊട്ടേഷൻ മാർക്കിൽ ഉപയോഗിക്കുക. അതാ ഞാൻ പറഞ്ഞത്. അനൂപിനോട് ഞാൻ പറയുന്നത് സ്മിത അങ്ങനെ പറഞ്ഞത്, അപ്പൊ ഞാൻ സ്മിതയോട് എഗ്രി ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞാൻ അത് ഹൈലൈറ്റ് ചെയ്യുന്നത്. സ്മിത ഉപയോഗിച്ച് ഈ വേർഡ് ഉപയോഗിച്ച സ്മിത കാര്യം പറഞ്ഞു, ഞാനല്ലാട്ടോ അത് പറയണേ, സ്മിതയെ പറഞ്ഞേ, സ്മിത ഈ ടേം ഉപയോഗിച്ചേ. കണ്ടോ ആ ഒരു ആറ്റിറ്റ്യൂഡ്. സോ ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് കറക്റ്റ്, ബട്ട് ഐ എം സെയിങ് സ്മിത ടോൾഡ് മീ ദാറ്റ്, ബട്ട് ഐ ഡോണ്ട് എഗ്രി വിത്ത് ദ ടേം, ബട്ട് സ്മിത യൂസ് ദ ടേം. അതുകൊണ്ടാണ് ഞാൻ കൊട്ടേഷൻ മാർക്ക് ചെയ്യുന്നത്. സോ അതേ പ്രിൻസിപ്പിൾ നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യുക കേട്ടോ. കൊട്ടേഷൻ മാർക്കിൽ തരുമ്പോ ഇപ്പം റൈറ്റർ പറയുന്ന കാര്യം കൊട്ടേഷൻ മാർക്കിൽ തരാൻ ചാൻസ് ഇല്ല. ഇപ്പം വേറൊരു സിനാരിയോയില്ല, അതോ ഇപ്പം വേറൊരാൾ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞത് വേറൊരാൾ ഉപയോഗിച്ചൊരു ടേം കൊട്ടേഷൻ മാർക്കിൽ തന്നിട്ട് അപ്പൊ ഒട്ടുമിക്ക സമയത്ത് എപ്പോഴും അല്ല കേട്ടോ, സിനാരിയോ അനുസരിച്ച് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇതേ ആറ്റിറ്റ്യൂഡാണ് എല്ലായിടത്തും.
അപ്പൊ നിങ്ങൾ കോണ്ടെക്സ്റ്റ് ചിന്തിക്കണം. എന്നിട്ട് ഇതെങ്ങനെയാണെന്ന് പറയാം അപ്രോപ്രിയേറ്റ്. അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, വൺ ഓഫ് ദ ഷോർട്ട് ഫോം കൺക്ലൂഷൻസ് യൂസ്ഡ് ബൈ കൊറോണ. ഇതൊരു പ്രത്യേക ടേം ഒന്നുമല്ല, ഈ അസുഖത്തിനുള്ള സ്പെസിഫിക് ടേം ഒന്നുമല്ല. പലപ്പോഴും കൊറോണർമാർ ഉപയോഗിക്കുന്ന ഒരു ടേം ഉപയോഗിച്ചാണ് അയാളുടെ മരണം ഡിഫൈൻ ചെയ്തത്, അയാളുടെ മരണത്തിന്റെ കോസ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അത് കൊട്ടേഷൻ മാർക്കിൽ പറയാം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇയാൾ. അപ്പൊ അവിടെ ഒരു നിങ്ങൾ ഇങ്ങനത്തെ ആർട്ടിക്കിൾ വായിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസും ഈ എല്ലാം കൂടി വെച്ച് ചിന്തിക്കണം. അവിടെ എപ്പോഴും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ പറയാം പൊതുവെ വേറൊരാൾ ഒരു ടേം ഉപയോഗിച്ച് പറഞ്ഞ് എനിക്ക് ആ ഉപയോഗിച്ച ടേം ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ഇപ്പോ എല്ലാവരും ഉണ്ടല്ലോ സംസാരിക്കുമ്പോഴും പലരും കാണിക്കും അങ്ങനെ ആ ടേം ഉപയോഗിച്ചാ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറയുമ്പോ വി ഡോണ്ട് എഗ്രി വിത്ത് ഇറ്റ് എന്നൊരു ഐഡിയ ആണ് അതിന്റെ പുറകിലുള്ളത്. അതെനിക്ക് പറയാം ഒട്ടുമിക്ക സമയത്തും. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെയാണെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല മഞ്ജു. ബട്ട് ഇപ്പൊ മഞ്ജു ഉപയോഗിച്ചൊരു ടേം, ഇപ്പൊ മഞ്ജുനോട് ഞാൻ പറഞ്ഞു OET റൈറ്റിംഗ് ഡിസ്ക്രൈബ് ചെയ്യാം, മഞ്ജു പറഞ്ഞു വെരി ഈസി എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം, ഇമാജിനറി. അപ്പൊ ഞാൻ പറയാണ് വേറൊരാളുടെ അടുത്ത്, മഞ്ജു പറഞ്ഞു ഇറ്റ്സ് വെരി ഈസി എന്നാ പറഞ്ഞത്. അത് ഞാൻ കൊട്ടേഷൻ മാർക്കിൽ എഴുതിയോ പറയുക ചെയ്യുന്ന അവിടെ ഡു ഐ എഗ്രി വിത്ത് യു? നോ, അവിടെ എഗ്രി ചെയ്യുന്നില്ലല്ലോ, അത് അവിടെ ഒരു ഫീലിംഗ് വരുന്നില്ലേ? അതാണ് സംഭവം. ഓക്കെ, ഒട്ടുമിക്ക സമയത്തും കേട്ടോ മഞ്ജു, എപ്പോഴും അല്ല, ഒട്ടുമിക്ക സമയത്തും ഇത് വർക്ക്ഔട്ട് ആവണം. വേറൊരാൾ ഉപയോഗിച്ചൊരു ടേം ഒരാൾ പറയുമ്പോൾ ആ ആള് അത് ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെ പറഞ്ഞേ, കൊട്ടേഷൻ മാർക്കിൽ കാണിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ ഈ കൈ കൊണ്ട് കാണിക്കുന്നത് കൊട്ടേഷൻ മാർക്കിനെ കേട്ടോ, അങ്ങനെ പറഞ്ഞേ എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് ആ പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും അവരതിനെ കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്നില്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, ഓൾറൈറ്റ്. ഇത് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ ലോജിക് ഉപയോഗിക്കും. ഒട്ടുമിക്ക സമയത്തും വർക്ക്ഔട്ട് ആവേണ്ടതാണ്, എപ്പോഴും വർക്ക്ഔട്ട് ആവുന്ന ഞാൻ പറയുന്നില്ല കേട്ടോ. ഈ കൊട്ടേഷൻ വേറൊരാൾ ഉപയോഗിച്ചൊരു ടേം കൊട്ടേഷൻ മാർക്കിൽ എടുത്തിട്ട് ഇത് പൊതുവെ ഇങ്ങനെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടേം ആണ്, അത് ഉപയോഗിച്ചാണ് ഇതിനെ പറഞ്ഞത് എന്നാണ് ഇവിടെ പറയുമ്പോൾ they don't agree. Okay, all right, let's move on to the third question. I hope I have conveyed myself clearly. Okay, Nivya, അടുത്ത question വായിച്ചേ. Okay. According to the writer, the field study. So, according to the writer, the field study. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് നിവ്യ? According to the writer എന്ന് പറയുമ്പോൾ what does the author's opinion? Yes, what does the writer say? What does the writer say about what? Field. Say about field study. അപ്പൊ എന്താണ് field studyനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? Okay, field study. What is said about field study? Okay, writer പറയുന്ന പ്രകാരം ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ എടുക്കുന്നത്. റൈറ്റർ പറയുന്ന പ്രകാരം field study. നമുക്ക് എന്താ അറിയണ്ടേ? What does the writer say about field study? നമുക്ക് അപ്പൊ പാരഗ്രാഫ് വായിച്ചു നോക്കാം. Get ready, second paragraph. All of you. Okay, all right. Okay, Nivya, can you read till here for me, please? Risk factors for dementia include traumatic brain injury, CTE, alcohol misuse, diet, air pollution, lack of education, and genetics. The decision to include CTE was steered by the field study, Football's influence on lifelong health and dementia risk, which compared health records for 7,676 male ex-professional football players who mostly played between 950 and 1980 with 23,028 people. From the general population of the same age, sex, and socio-demographic profile. So, dementia risk factors എന്ന് പറഞ്ഞാൽ dementia risk factors എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CTE ആണ്. നമ്മൾ നേരത്തെ വായിച്ചു CTE എന്താണ്, മറ്റേ ക്രോണിക് ട്രോമാറ്റിക് എൻസെഫലോപ്പതി, അത് റിസ്ക് ഫാക്ടർ ആണ്. മീൻസ് dementia കോസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആൽക്കഹോൾ മിസ്യൂസ്, ഡയറ്റ്, എയർ പൊല്യൂഷൻ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ജെനറ്റിക്സ്, ഇതൊക്കെയാണ് ഡിമെൻഷ്യ വരാനുള്ള റിസ്കിനുള്ള ഫാക്ടേഴ്സ്. The decision to include CTE, അപ്പൊ റിസ്ക് ഫാക്ടർ എന്തായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനാണ്? റിസ്ക് ഫാക്ടർ ആയിട്ട് the decision CTE-നെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള തീരുമാനം, എന്തില്? റിസ്ക് ഫാക്ടർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാനുള്ള തീരുമാനം. അതിനുള്ള ഗൈഡൻസ് വന്നത്
ഫീൽഡ് സ്റ്റഡിയിൽ നിന്നാണ്. ഫീൽഡ് സ്റ്റഡി എന്ന് വെച്ചാൽ ഫുട്ബോൾസ് ഇൻഫ്ലുവൻസ് ഓൺ ലൈഫ് ലോങ് ഹെൽത്ത് ആൻഡ് ഡിമെൻഷ്യ റിസ്ക് എന്നുള്ള ഒരു സ്റ്റഡിയിൽ നിന്നാണ് CTE-നെ ഈ ലിസ്റ്റിൽ ഏത് ലിസ്റ്റിൽ റിസ്ക് ഫാക്ടർ എന്നുള്ള റിസ്ക് ഫാക്ടർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാനുള്ള തീരുമാനം അവിടെ നിന്നാണ് വന്നത്. അപ്പൊ ഈ സ്റ്റഡിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫീൽഡ് സ്റ്റഡി എന്താ ചെയ്തത്? 7,676 പുരുഷന്മാരുടെ ഹെൽത്ത് റെക്കോർഡ്സ് കമ്പയർ ചെയ്തു. ഈ മെയിൽസ് ആരായിരുന്നു? എക്സ് പ്രൊഫഷണൽ വെച്ചാൽ മുൻപ് ഫുട്ബോൾ പ്ലേയേഴ്സ് ആയിരുന്നു. ഫോർമർ ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ ഡേറ്റയാണ് അവർക്ക് ഇത് ചെയ്തത്. അവര് 1950 മുതൽ 1980 കാലഘട്ടങ്ങളിൽ കളിച്ചുകൊണ്ടിരുന്ന ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ ഹെൽത്ത് റെക്കോർഡ്സ് അവർ കമ്പയർ ചെയ്തു. ആരായിട്ട് കമ്പയർ ചെയ്തു? പൊതുവെ നോർമൽ പോപ്പുലേഷൻ, ഫുട്ബോൾ കളിക്കാത്ത സാധാരണക്കാരുടെ പോപ്പുലേഷൻ 23,028 ആൾക്കാരായിട്ട് കമ്പയർ ചെയ്തു. സെയിം ഏജ് ആയിരുന്നു, സെയിം സെക്സ് ആയിരുന്നു, സോഷ്യോ ഡെമോഗ്രഫിക് പ്രൊഫൈലും സെയിം ആയിട്ടുള്ള ജനറൽ പോപ്പുലേഷൻ ആയിട്ട് 7,676 ഫോർമർ ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ ഹെൽത്ത് ഡേറ്റ അവർ കമ്പയർ ചെയ്തു. ഓക്കെ, എന്നിട്ടാണ് അവർ CTE-നെ റിസ്ക് ഫാക്ടർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാനുള്ള തീരുമാനം എടുത്തത്. ഓക്കെ, ഓൾറൈറ്റ്. നൗ ടിൽ ദി എൻഡ്, നിവ്യ. Unsurprisingly, it found that football was beneficial to health. The footballers lived longer and were less likely to die of heart disease or lung cancer. But they were also 3.5 times more likely to die of dementia. The finding sparked concern and the establishment of new commissions, studies, regulations, and difficult and unresolved discussions over the sport's future. Okay, all of you go through this. Unsurprised. അപ്പൊ ഇവരെന്താ ചെയ്ത് ഇന്നതൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. CTE-നെ ഇതിൽ ഉൾപ്പെടുത്താനുള്ളത് ഫീൽഡ് സ്റ്റഡിയുടെ ഡിസിഷൻ, ഫീൽഡ് സ്റ്റഡി കഴിഞ്ഞുള്ള ഡിസിഷൻ ആയിരുന്നു. അതിന്റെ ഗൈഡൻസിലാണ് നമ്മൾ CTE-നെ ഉൾപ്പെടുത്തിയത്. ഈ ഫീൽഡ് സ്റ്റഡിയിൽ എന്താ നടന്നത്? 7,000 കൂടുതൽ പണ്ട് ഫുട്ബോൾ 1950 മുതൽ 80 വരെ കാലഘട്ടത്തിൽ ഫുട്ബോൾ കളിച്ചിരുന്ന പ്ലേയേഴ്സിന്റെ ഹെൽത്ത് റെക്കോർഡ്സ് ഒരു 23,000 സാധാരണ ആൾക്കാരുടെ ഹെൽത്ത് റെക്കോർഡ്സ് ആയിട്ട് കമ്പയർ ചെയ്തു. ഈ സാധാരണ ആൾക്കാർ അവർ ഒരേ ഏജ് ഗ്രൂപ്പ് ആയിരുന്നു, ജെൻഡർ സെയിം ആയിരുന്നു, സോഷ്യോ ഡെമോഗ്രഫിക് പ്രൊഫൈലും സെയിം ആയിരുന്നു. അങ്ങനത്തെ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്തു. എന്നിട്ടാണ് CTE-നെ ഉൾപ്പെടുത്താനുള്ള തീരുമാനം എടുത്തത് ഡിമെൻഷ്യയുടെ റിസ്ക് ഫാക്ടർ ആയിട്ട്. എന്നിട്ട് അവർ പറയാണ് അൺസർപ്രൈസിംഗ്ലി എന്ന് വെച്ചാൽ നോട്ട് സർപ്രൈസിംഗ്. അതിന് ആശ്ചര്യമൊന്നുമില്ല. അതൊരു കാര്യം എന്താ? ഈ സ്റ്റഡി എന്താ ഇവിടെ റെഫർ ചെയ്യണേ? ഈ സ്റ്റഡീനെ കേട്ടോ. ഇറ്റ് ഫൗണ്ട് ദാറ്റ് ഫുട്ബോൾ വാസ് ബെനിഫിഷ്യൽ ടു ഹെൽത്ത്. ഹെൽത്തിന് നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ് ഫുട്ബോൾ എന്ന് ഈ സ്റ്റഡി കണ്ടെത്തി. അതിലൊരു ആശ്ചര്യമൊന്നുമില്ല. ഓഫ് കോഴ്സ് ഫുട്ബോൾ ഹെൽത്തി ആണ് അല്ലെ. The football players lived longer and were less likely to die of heart disease or lung cancer. Football players ഒരുപാട് കാലം ജീവിക്കുന്ന ആയുസ്സിലെ ഒരു കൂടുതലാണ്. അവര് ഹാർട്ട് ഡിസീസോ ലങ് ക്യാൻസർ കൊണ്ട് മരിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഓക്കെ, സോ പോസിറ്റീവ്സ് ആട്ടോ അത്. ദെൻ നെഗറ്റീവിലോട്ട് കിടക്കാണ്. ബട്ട് they were also 3.5 times more likely to die of dementia. പക്ഷെ അവര് ഡിമെൻഷ്യ കൊണ്ട് മരിക്കാനുള്ള സാധ്യത ഒരു 3.5 മടങ്ങ് കൂടുതലായിരുന്നു എന്നാണ് പറഞ്ഞത്. The finding sparked. അപ്പൊ ഈ ഏത് ഫൈൻഡിങ് ഒന്ന് പറഞ്ഞേണ്ടത്? ഈ ഫൈൻഡിങ് ഏതാ? Come on, ഏത് ഫൈൻഡിങ്? നിവ്യ, സ്മിത, അനൂപ്, ജോസ്, അതേഴ്സ്, മഞ്ജു, മനു, പ്രതിമ, വാട്ട് ഫൈൻഡിങ്? ഏത് ഫൈൻഡിങ് ഇവിടെ പറയണേ? ഹെഡിങ്ങും ഡിമെൻഷ്യ ഈ സംഭവം ഹെഡിങ് ഡിമെൻഷ്യ ആണ്. തൊട്ട് മുമ്പത്തെ സെന്റൻസിലെ ഫൈൻഡിങ് 3.5 മടക്ക് ആൾക്കാർ ഫുട്ബോൾ പ്ലേയേഴ്സ് മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ട്? ഡിമെൻഷ്യ കൊണ്ട് മരിക്കാനുള്ള സാധ്യത. ആ ഫൈൻഡിങ് എന്ത് സ്പാർക്ക് ചെയ്തു? കൺസേൺ. ആൻഡ് പുതിയ കമ്മീഷൻസ്, ഫുട്ബോൾ കമ്മീഷൻസ് ഒക്കെ പുതിയത് വന്നു. പുതിയ സ്റ്റഡീസ്, പുതിയ റെഗുലേഷൻസ് ആൻഡ് ബുദ്ധിമുട്ടും റിസോൾവ് ചെയ്യാൻ പറ്റാത്ത പല ചർച്ചകൾക്കും എന്തിനെ കുറിച്ച്, സ്പോർട്സിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചർച്ചകളിലോട്ടും നയിച്ചു. ഫൈൻ. അപ്പൊ ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ കണക്ട് ചെയ്ത് വായിക്കണോട്ടോ. ആ ത്രെഡ് കളയരുത്. റിസ്ക് ഫാക്ടേഴ്സ് ഇന്നതൊക്കെയാണ്. അതിൽ CTE എന്ന് പറഞ്ഞ റിസ്ക് ഫാക്ടർ ആഡ് ചെയ്യാനുള്ള തീരുമാനം ഫീൽഡ് സ്റ്റഡിയിൽ നിന്ന് വന്നതാണ്. ആ ഫീൽഡ് സ്റ്റഡി എങ്ങനെയാ? 7,000 പരം എക്സ് ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ ഹെൽത്ത് റെക്കോർഡ് അവര് 23,000 കൂടുതൽ സാധാരണ ആൾക്കാരുടെ ഹെൽത്ത് റെക്കോർഡ്സ് ആയിട്ട് കമ്പയർ ചെയ്തു. ആശ്ചര്യമൊന്നുമില്ല. അവർ കണ്ടെത്തിയ കാര്യം എന്താ? ഫുട്ബോളും ഹെൽപ്ഫുൾ ആണ് ഹെൽത്തിന് അല്ലെ. ഒരു സ്പോർട്ട് ആക്ടിവിറ്റി ഓഫ് കോഴ്സ് ഇറ്റ്സ് ഗുഡ് ഫോർ ഹെൽത്ത്. അതുകൊണ്ട് ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ ആയുസ് കൂടുതലാണ്. അവർക്ക് ഹാർട്ട് ഡിസീസും ലങ് ക്യാൻസറും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ football players were also 3.5 times more likely to die of dementia. ഹെഡിങ്ങിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. ഹെഡിങ് കൊണ്ടായിരിക്കും, നമുക്കറിയില്ല. അവരിങ്ങനെ പറഞ്ഞേക്കണേ, ഈ പാരഗ്രാഫിൽ ഇങ്ങനെ പറഞ്ഞേക്കണേ 3.5 മടങ്ങ് അവർ ഡിമെൻഷ്യ കൊണ്ട് മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഫൈൻഡിങ്, ഏത് ഫൈൻഡിങ്ങാ? മറ്റേ ബെനിഫിഷ്യൽ ടു ഹെൽത്ത് അല്ല. ഈ ഫൈൻഡിങ് തൊട്ട് മുമ്പ് പറഞ്ഞ ഫൈൻഡിങ് എന്ത് സ്പാർക്ക് ചെയ്തു? കൺസേൺ.
വറി അല്ലെങ്കിൽ പുതിയ അതുകൂടാതെ പുതിയ ഫുട്ബോൾ കമ്മീഷൻസ് വരാനുള്ള ഇതിലോട്ട് നയിച്ചു. പുതിയ സ്റ്റഡീസ്, പുതിയ റൂൾസ്, പുതിയ ഡിസ്കഷൻസ്, ബുദ്ധിമുട്ടുള്ളതും അൺറിസോൾവ്ഡുമായിട്ടുള്ള ചർച്ചകളിലോട്ട് നയിച്ചു. എന്തിന്റെ ചർച്ച? ഈ സ്പോർട്ടിന്റെ ഫ്യൂച്ചർ, ഫുട്ബോളിന്റെ ഭാവിയെ കുറിച്ച് പല ചർച്ചകളിലോട്ടും നയിച്ചു. കണക്ട് ചെയ്ത് വായിക്കണം, എന്നാലാണ് മനസ്സിലാവുക. വായിച്ചു നോക്കി എല്ലാവരും. Come on. Okay, നമുക്കപ്പോ ഇനി ഓപ്ഷൻസിലോട്ട് പോവാട്ടോ. ഓക്കെ, നിവ്യ, can you, as you can see, incomplete question ആണ്. ഓരോ ഓപ്ഷൻസ് ചേർത്ത് വായിച്ചു നിവ്യ. According to the writer, the field study had its result challenged by later research. ഇറ്റ്സ് എന്താ? ഇറ്റ്സ് അതിന്റെ എന്നുള്ള അതെന്താ ഇവിടെ? അതെന്താ? Field study. ഫീൽഡ് സ്റ്റഡിന്റെ റിസൾട്ട് പിന്നീട് വന്ന റിസർച്ചുകൾ അതിനെ ചാലഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ എവിടെയെങ്കിലും? ഫീൽഡ് സ്റ്റഡിയുടെ ഇല്ല. ഓക്കെ, അടുത്ത് വായിച്ചോട്ടോ നിവ്യ. According to the writer, the field study did not include data from a wide enough range of people. റൈറ്റർ പറയുന്ന പ്രകാരം ഫീൽഡ് സ്റ്റഡിയിൽ ഒരുപാട് ആവശ്യത്തിന് ഉള്ള ആൾക്കാരുടെ ഡേറ്റ ഇൻക്ലൂഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇനഫ് പീപ്പിളിന്റെ ഡേറ്റ ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഡേറ്റ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർ ഇനഫ് ആയിരുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അടുത്തത്. According to the writer, the field study did not reveal any new findings about football and dementia. ഒരു പുതിയ ഫൈൻഡിങ്സും didn't reveal any new findings. ഫുട്ബോളിനെയും ഡിമെൻഷ്യനെയും കുറിച്ച് ഒരു പുതിയ ഫൈൻഡിങ് കിട്ടിയില്ല എന്ന് പറഞ്ഞോ? ഇല്ല. ഒരു കാര്യം ഒന്നും കിട്ടി, ഒരു പുതിയത് പോലും കിട്ടിയില്ല. ഒരു പുതിയതും കിട്ടി. ഇത് പുതിയതല്ല, ബെനിഫിഷ്യൽ ആണെന്നുള്ള കാര്യം പുതിയതല്ല, പക്ഷെ ഇത് പുതിയതല്ലേ? അപ്പോ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ പറഞ്ഞേക്കുന്ന ഫീൽഡ് സ്റ്റഡി ഒന്നും തന്നെ ഒരു പുതിയ ഫൈൻഡിങ്സ് ഒട്ടും തന്നെ റിവീൽ ചെയ്തില്ല ഫുട്ബോളിനെ ഡിമെൻഷ്യനെ കുറിച്ച്. ഇല്ല, പുതിയത് അവർ പറഞ്ഞു, സ്റ്റഡി പുതിയത് കണ്ടെത്തി. ഓക്കെ, അപ്പൊ ഓഫ് കോഴ്സ് നമ്മുടെ ആൻസർ ഡി ആണ്. ഒന്ന് വായിച്ചോട്ടോ, വായിച്ചു നിവ്യ. According to the writer, the field study has raised questions about the action football authorities need to take. അത് has raised questions നയിച്ചു about football authorities എടുക്കേണ്ട ആക്ഷൻസിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചു ഈ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ലാസ്റ്റ് സെന്റൻസ് ഓക്കെ. Findings sparked concern and the establishment of new commissions, studies, regulations, difficult അപ്പോ കൺസേൺസ് അല്ലെ എന്നിട്ട് പിന്നെ കമ്മീഷൻസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിലോട്ട് നയിച്ചു. അൺറിസോൾവ് ആയിട്ടുള്ള ഡിസ്കഷൻസിലോട്ടും ബുദ്ധിമുട്ടുള്ളതും അൺറിസോൾവ് ആയിട്ടുള്ള ഡിസ്കഷൻസിലോട്ടും നയിച്ചു ഫുട്ബോളിനെ കുറിച്ച്. സോ വായിച്ചു നോക്ക്. ഹാസ് റേസ്ഡ് ക്വസ്റ്റ്യൻസ് about the action. അതുകൊണ്ടല്ലേ ഫുട്ബോളിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച്, അതുകൊണ്ടല്ലേ പുതിയ കമ്മീഷൻസ് വന്നത്. Okay, so the field study raised questions about the action football authorities need to take. Unresolved ആയിട്ട് ഇപ്പോഴും റിസോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡിസ്കഷനിലോട്ടും ചർച്ചകളിലോട്ടും നയിച്ചു. ചർച്ചയൊക്കെ എപ്പോഴും വന്ന ചോദ്യങ്ങളൊക്കെ ഉയരുമല്ലേ, വെറുതെ ഇരുന്ന് ചർച്ച ചെയ്യോ? നോക്കി, ഡിഫിക്കൽട്ട് ആൻഡ് അൺറിസോൾവ് ഡിസ്കഷൻസ് ഓവർ സ്പോർട്സ് ഫ്യൂച്ചർ. ഏത് സ്പോർട്ട് എവിടെ? ഫുട്ബോളിന്റെ ഫ്യൂച്ചർ. Okay, വായിച്ചു നോക്കി. ഈ സെന്റൻസ് ആട്ടോ. The finding, studied findings sparked concern, worry and establishment of new commissions, new studies, regulations and difficult and unresolved discussions. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ചോദ്യങ്ങളിലോട്ടല്ലേ നയിച്ചത്. അതുകൊണ്ടല്ലേ നമുക്ക് ബുദ്ധിമുട്ടുള്ളതും ഇതുവരെ റിസോൾവ് ചെയ്യാത്ത രീതിയിലുള്ള ഒരുപാട് ഡിസ്കഷൻസിലോട്ട് നയിച്ചു. So that's why answer D is the best option. ഒന്ന് നോക്കി, വേഗം നോക്കി എല്ലാവരും. കമ കണ്ടോ, നമ്മൾ വേർഡ് ബൈ വേർഡ് പോയി കഴിഞ്ഞാൽ ആൻസർ കിട്ടില്ല കേട്ടോ. ഓപ്ഷന്റെ മീനിങ് വേർഡ് മാച്ചിങ് ചെയ്യരുത്. അത് ലിങ്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അത് മീനിങ് മനസ്സിലാക്കാണ്ട് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. വൈഡ് റേഞ്ച് ഓഫ് പീപ്പിൾ കണ്ട് ചെയ്യാന്ന് പറയരുത്, മീനിങ് വായിക്കണം. ഓക്കെ, റിസർച്ച് കണ്ട് ചെയ്യാന്ന് പറയരുത്. സോ ദാറ്റ്സ് വൈ ഐ ഓൾവേസ് ടെൽ യു, നിങ്ങൾ ഒരു ഓപ്ഷനിൽ അവിടെ കൊടുത്ത വേർഡ് കൊടുത്തില്ല അതാണ് ആൻസർ അല്ല, മീനിങ് നോക്കുക, ചേർത്ത് വായിച്ച് മീനിങ് നോക്കുക. സ്റ്റഡി റേസ് ചെയ്തു, ചോദ്യങ്ങൾ റേസ് ചെയ്തു അബൌട്ട് ദി ആക്ഷൻ ഫുട്ബോൾ അതോറിറ്റീസ് നീഡ് ടു ടേക്ക് അല്ലേ. ഈ സ്റ്റഡിയുടെ റിസൾട്ട് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതും റിസോൾവ് ചെയ്യാൻ പറ്റാത്ത ചർച്ചകളിലോട്ട് നയിച്ചു ഈ ഫുട്ബോളിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച്.
Of course, football related authorities ആണ് അതിന്റെ കാര്യങ്ങൾ എന്തില്ല പുതിയ കമ്മീഷൻസിലോട്ട് നയിച്ചു, പുതിയ റൂൾസും റെഗുലേഷൻസിലോട്ട് നയിച്ചു എന്ന് പറയുമ്പോഴെന്താ ഈ സ്റ്റഡി കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ പുറത്തോട്ട് വന്നിരുന്നു. അപ്പൊ അത് ഡീൽ ചെയ്യാൻ ഒരുപാട് അവർക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. ചർച്ചകൾ, അൺറിസോൾവ് ആയിട്ടുള്ള ചർച്ചകൾ, റെഗുലേഷൻസ്, അതൊക്കെ പുതിയത് വന്നില്ലേ. സോ അതുകൊണ്ടാണ് ഡി ആൻസർ. ഓക്കെ, ക്ലിയർ ആയോ? Are all of you with me so far? ഇത് ഇത്രയും ഓക്കെ അല്ലേ? Okay, next question. നമുക്ക് fourth question ലോട്ട് പോവാം. Next question. Manju, next question ഒന്ന് വായിച്ചേ. Yes, ma'am. What is explained in the third paragraph? So നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? What is explained in the third paragraph? Third paragraphil എന്താണ് explain ചെയ്തത്? Okay, so we need to correct ആട്ടോ. We need to figure out explanation given in the third para. In the third para is about what? Third para. അപ്പൊ അതിനെ കുറിച്ചാണ് ചോദ്യം. Okay, it's about what? കൊടുത്തിരിക്കുന്നത് എന്തിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ്. നമുക്ക് തേർഡ് പാര വായിക്കാം കേട്ടോ. ഓക്കെ, ചെറിയ പാരയാണ്. ടേക്ക് 55 seconds, go through the paragraph, all of you, come on. Okay, Manju, can you read the first two sentences still here for me, please? Yes. Yes, ma'am. The footballers' lifestyle, they were notorious in their era for drinking and smoking, may have played a role, says Peter Passmore, who studies cognitive disorders and dementia. The study looked at a broad range of disparate neurodegenerative disorders, including dementia, motor neuron disease, and Parkinson's. Okay, all right. The footballer's lifestyle, ഒരു ഫുട്ബോൾ പ്ലെയറിന്റെ ലൈഫ് സ്റ്റൈൽ നൊട്ടോറിയസ് ആണ്. നൊട്ടോറിയസ് എന്ന് പറഞ്ഞാൽ ഫേമസ് ഇൻ നോട്ട് ഇൻ എ ഗുഡ് വേ. ഫേമസ് ഇൻ നമ്മൾ പറയില്ലേ, ഫേമസ് ഇൻ നോട്ട് സോ ഗുഡ് വേ. Famous in a not so good. Okay. Kuprasiddham. Yes, that's the word. Famous in a not so good way. Famous ആണ് but kuprasiddhamai. That's a correct word. Adhika ഉപയോഗിച്ച correct word ആണോ. Famous in a not so good way. So footballersന്റെ ലൈഫ് സ്റ്റൈലിൽ അവരുടെ ഒരുപാട് ഡ്രിങ്കിങ്, സ്മോക്കിംഗ് അതൊക്കെ ഉൾപ്പെട്ട ഒരു സംഭവം. വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യം, നമുക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. അത് ഒരു റോൾ പ്ലേ ചെയ്തിട്ടുണ്ടാകാം, ഉറപ്പില്ല കേട്ടോ. ഓൾവേസ് നിങ്ങൾ എപ്പോ ഈ മേ അല്ലെങ്കിൽ പോസിബിൾ ഒക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓപ്ഷൻ വരുമ്പോൾ അത് മീനിങ് തിരിഞ്ഞു വരും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. May have played a role, says Peter Passmore, who studies cognitive disorders and dementia. Peter Passmore പറയുന്ന പ്രകാരം ഫുട്ബോളേഴ്സിന്റെ ലൈഫ് സ്റ്റൈൽ, അവർക്ക് അവരുടെ ജീവിതത്തിൽ ഡ്രിങ്കിങ് ആൻഡ് സ്മോക്കിംഗ് ഒക്കെ വലിയ സംഭവമാണ്. അപ്പൊ അതൊക്കെ ഒരു റോൾ പ്ലേ ചെയ്തിട്ടുണ്ടാകാം എന്നാണ് ആര് പറയുന്നത്? Peter Passmore, who studies cognitive disorders and dementia. The study looked at a broad range of disparate meaning manasilakkikkodo, disparate, very different. Okay, very different in every way, very different. Okay, ഒട്ടും സാമ്യതയില്ലാത്ത കാര്യങ്ങൾ. Study looked at a broad range of a wide variety of different neurodegenerative disorders, including dementia, motor neuron disease and Parkinson's. അപ്പോൾ ഇയാൾ പറയുന്ന സ്റ്റഡി ഈ കാര്യങ്ങളൊക്കെയാണ്, ഈ ഡിസീസസും ഈ ഡിസോർഡേഴ്സും ഒക്കെയാണ് സ്റ്റഡി ചെയ്തത്. Okay, all right, till the end now, Manju. Till here. Okay, ma'am. Most identified cause of dementia are association rather than proven risk factors, and it is therefore difficult to establish the role football plays. There are tons of association with dementia. It is nearly impossible to determine cause and effect, says Passmore. നിങ്ങൾ എല്ലാവരും അതൊന്ന് നോക്കിട്ടോ. Most identified causes of dementia are associations. എന്താ ഈ associations എന്ന് പറഞ്ഞാൽ? Linked together. Links ആണ്, connections ആണ്, rather than proven risk factors. പ്രൂവ് ചെയ്യപ്പെട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് അല്ല കോസസ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത്. റിലേഷൻസ്, കണക്ഷൻസ് ആണ്. ആ കാര്യത്തിന് കണക്ഷനോ ആ ഒരു കണക്ഷൻ ആണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ നമുക്ക് അതിനുള്ള എവിഡൻസ് ഉള്ള റിസ്ക് ഫാക്ടേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് therefore difficult to establish
It is difficult to ensure the establishments. Here it means find out. നിങ്ങൾ ഈ establish എന്നുള്ള വെർബിന് എത്ര മീനിങ് കണ്ടുപിടിക്കണം. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ മീനിങ് വരുന്ന ഒരു വെർബാണ് എസ്റ്റാബ്ലിഷ്. ഓക്കെ, നിങ്ങൾ അപ്പൊ കേംബ്രിഡ്ജ് ഡിക്ഷണറിയിൽ അടിച്ചു കൊടുത്തിട്ട് എത്ര മീനിങ് കണ്ടുപിടിക്കാൻ പറ്റുന്നു അത് കണ്ടുപിടിച്ച് വെച്ചേക്കണം. പാർട്ട് സിയിലും അതെ പാർട്ട് ബിയിലും നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എസ്റ്റാബ്ലിഷ് എന്നുള്ള വെർബിന്റെ ആസ് മെനി മീനിങ്സ് ആസ് യു ക്യാൻ. ഓക്കെ, സോ ഇവിടെ അവർ പറയാണ് ഒട്ടുമിക്ക കോസുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് അസോസിയേഷൻസ് അല്ലെങ്കിൽ കണക്ഷൻസ് ഉണ്ട് എന്ന രീതിയിലാണ്, അല്ലാതെ പ്രൂവ് ചെയ്ത റിസ്ക് ഫാക്ടേഴ്സ് അല്ല. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഈ ഫുട്ബോൾ എന്ത് റോളാണ് പ്ലേ ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ. There are tons of association, ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ഡിമെൻഷ്യ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നിയർലി ഇമ്പോസിബിൾ, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ കോസും ഇഫക്റ്റും. ഒരു എക്സാക്ട് കോസും അതിന്റെ ഇഫക്റ്റും നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. എക്സാക്ട് കോസും ഇഫക്റ്റും പറയാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നൊക്കെ എന്താണ്? കണക്ഷൻസ് ആണ്, പ്രൂവ് ചെയ്തപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ് അല്ല എന്നാണ് പാസ്മോർ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കി. അപ്പൊ ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ ലൈഫ് സ്റ്റൈലിൽ ഡ്രിങ്കിങ്ങും സ്മോക്കിംഗും ഒക്കെ ഇൻവോൾവ് ആണ്, അതൊരു റോൾ പ്ലേ ചെയ്തിട്ടുണ്ടാകാം എന്നാണ് ഇയാൾ പറയുന്നത്. ഇയാൾ സ്റ്റഡി ചെയ്യുന്നത് കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സും ഡിമെൻഷ്യ ആണ്. ഇയാളുടെ സ്റ്റഡി ഒരുപാട് ന്യൂറോ ജനറേറ്റീവ് ഡിസോർഡേഴ്സിനെ നോക്കി, എന്നിട്ട് അവർ ഐഡന്റിഫൈ ചെയ്ത കോസസ് ഒക്കെ അസോസിയേഷൻസ് ആണ്, പ്രൂവ് ചെയ്ത റിസ്ക് ഫാക്ടേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ എന്ത് റോൾ പ്ലേ ചെയ്യുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ഡിമെൻഷ്യ ആയിട്ട്, പക്ഷെ നമുക്ക് കോസ് എന്താണ്, കാരണം എന്താണ്, അതിന്റെ ഇഫക്റ്റ് എന്താണ് എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ് എന്നാണ്, നല്ല ബുദ്ധിമുട്ടാണ് എന്നാണ് ഇയാൾ പറയാൻ. ഒന്ന് വായിച്ചു. മറന്നു പോകരുത്, നിങ്ങൾ ക്വസ്റ്റ്യൻസിലോട്ട് പോകുമ്പോൾ വായിച്ച് മറന്നു പോകരുത്. Form a map in your mind about the sentences. Smoking, drinking habit ഒരു റോൾ പ്ലേ ചെയ്തിട്ടുണ്ടാവാം. പല ഫാക്ടേഴ്സ് ഇയാൾ പഠിച്ചു. ഐഡന്റിഫൈ ചെയ്തേക്കുന്ന കാരണങ്ങളെല്ലാം കണക്ഷൻസ് ആണ്, അല്ലാതെ പ്രൂവ് ചെയ്ത റിസ്ക് ഫാക്ടേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ ഫുട്ബോളിന്റെ റോൾ എന്താണ് ഡിമെൻഷ്യയിൽ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, പക്ഷെ എക്സാക്ട് കോസും എക്സാക്ട് ഇഫക്റ്റും ഡിറ്റർമിൻ ചെയ്യാൻ ഇമ്പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. Okay, all right. Let's have a look at the options. I hope I've conveyed myself clearly here. നമുക്ക് options നോക്കാം. വായിച്ചോളൂ options, Manju. Yes, ma'am. Option A, what the difference is between a risk factor and an association. ചാടി വീഴരുത്, മീനിങ് നോക്കി. തേർഡ് പാരഗ്രാഫിൽ have they explained the difference between a risk factor and association? റിസ്ക് ഫാക്ടറും അസോസിയേഷൻ തമ്മിലുള്ള ഡിഫറൻസ് അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഡിഫറൻസ് പറഞ്ഞിട്ടില്ല. റിസ്ക് ഫാക്ടർ പറഞ്ഞുണ്ട്, അസോസിയേഷൻ അവർ തമ്മിലുള്ള വ്യത്യാസം അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അടുത്ത് come on, next one. Why it is hard to be sure that football increases the risk of dementia. അതാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് ഫുട്ബോൾ ഡിമെൻഷ്യയുടെ റിസ്ക് കൂട്ടുന്നു എന്ന് പറയാൻ, ഉറപ്പോട് കൂടി പറയാൻ എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട് എന്നാണോ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. Why? എന്തുകൊണ്ടാണ് it's difficult to be sure that football increases the risk. ഫുട്ബോൾ ഡിമെൻഷ്യയുടെ റിസ്ക് കൂട്ടുമെന്ന് ഉറപ്പോട് കൂടി പറയാനുള്ള ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് എന്നാണോ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. Okay, Sandhya feels yes. Okay, it can be. Okay, next option, Vaishu. Which other neurodegenerative disorders have been linked to football? വേറെ ഏതൊക്കെ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സിന് ഫുട്ബോൾ ആയിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടോ? അവിടെ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വേറെ ഏതൊക്കെ ഡിസോർഡേഴ്സിനാണ് ഫുട്ബോൾ ആയിട്ട് കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങളായിട്ട് ഇമാജിൻ ചെയ്യരുത്. അവിടെ ഡിസോർഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ ഡിസോർഡേഴ്സിനൊക്കെ ഫുട്ബോൾ ആയിട്ട് കണക്ഷൻ ഉണ്ട് എന്നാണോ പറഞ്ഞേക്കണേ? അല്ല, അവർ ഇന്ന ഡിസോർഡേഴ്സ് പഠിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഓൾറൈറ്റ്. അടുത്തത്, how the typical lifestyle of a footballer is more relevant to dementia than the game itself. ഫുട്ബോൾ എന്ന ഗെയിമിലുപരി എങ്ങനെയാണ് ഫുട്ബോളിന്റെ ലൈഫ് സ്റ്റൈൽ ഡിമെൻഷ്യക്ക് കൂടുതൽ ഒരു റെലവെന്റ് ആയിട്ടുള്ള കാരണമായിട്ട് വരുന്നത് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടോ? ലൈഫ് സ്റ്റൈലിന്റെ കാര്യം പറഞ്ഞു, പക്ഷെ മീനിങ് ചിന്തിച്ചേ അവിടെ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ് ഒരു ഗെയിം ഫുട്ബോളിലുപരി ഫുട്ബോളറിന്റെ ലൈഫ് സ്റ്റൈല് ഡിമെൻഷ്യയിലേക്ക് കൂടുതൽ ഒരു റെലവെന്റ് ഫാക്ടർ ആയിട്ട് മാറണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഫുൾ മീനിങ് അവിടെ പറഞ്ഞേക്കുന്ന ഫുട്ബോളർ വലിക്കുകയോ കുടിക്കുകയൊക്കെ ചെയ്യാം, അതുകൊണ്ടൊക്കെ ആവാം എന്നാ പറയണ. അല്ലാതെ ഫുട്ബോൾ ഗെയിമിലുപരി ഫുട്ബോൾ എന്ന ഗെയിമിലുപരി ലൈഫ് ഫാക്ടേഴ്സ് ഒരു വലിയ ഡീലാന്ന് അവർ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആൻസർ ഏതാ? രാധിക, സ്മിത, സന്ധ്യ, അനൂപ്, others, what's your answer?
ഓപ്ഷൻ അല്ലെ? എന്തുകൊണ്ട്? ഇപ്പൊ നമ്മുടെ കയ്യിൽ യെസ് കറക്റ്റ്, നമ്മുടെ കയ്യിൽ ഇപ്പൊ കണക്ഷൻസ് മാത്രമേ ഉള്ളൂ, പ്രൂവ് ചെയ്തിട്ടില്ല നമ്മളൊന്നും. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ആണ് എക്സാക്ട് കോസ് എന്ന് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലെ? അതിലേത് ഈ സെന്റൻസ് നോക്കി, കമൺ. Most identified dementia are associations instead of risk factors. അതുകൊണ്ട് ഫുട്ബോളിന്റെ റോൾ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നല്ലേ പറഞ്ഞേക്കണേ? കമോൺ ബിജി, അങ്ങനെയല്ലേ പറഞ്ഞേക്കണേ? വായിച്ചു നോക്കി. ഒട്ടുമിക്ക കോസുകളും കണക്ഷൻസ് ആണല്ലേ? എന്തു കണക്ഷൻ ഉണ്ടെന്ന് അറിയാം, പക്ഷെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് നമ്മുടെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഫുട്ബോളിന്റെ റോള് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നല്ലേ പറഞ്ഞേക്കണേ? പിന്നെ അവിടെ നോക്കി, ഫുട്ബോളേഴ്സിന്റെ ലൈഫ് സ്റ്റൈൽ, അതാ ഞാൻ പറഞ്ഞത്, മെയ് വരുമ്പോ ശ്രദ്ധിക്കണം. മെയ്യും മൈറ്റൊക്കെ എവിടെയും കാണും, നിങ്ങൾ ശ്രദ്ധിക്കണം. ഡ്രിങ്കിങ്ങും സ്മോക്കിംഗ് ഒക്കെ ഒരു റോള് പ്ലേ ചെയ്തിട്ടുണ്ടാകാം എന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷെ അത് ഗെയിമിനേക്കാളും കൂടുതൽ വലിയ കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്മിത, മഞ്ജു പറഞ്ഞിട്ടുണ്ടോ? ഡ്രിങ്കിങ്ങും സ്മോക്കിംഗും ഒക്കെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്, പക്ഷെ അത് ഗെയിമിൽ ഉപരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഡിസീസസ് പറഞ്ഞിട്ടുണ്ട്, അത് പക്ഷെ ഡിസീസസ് മറ്റേ ഫുട്ബോളായിട്ടുള്ള കണക്ഷൻ പറഞ്ഞിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, സോ ഈ ഫസ്റ്റ് 4 questions we are done. We have 4 more to go. So ഞാൻ നെക്സ്റ്റിലോട്ട് പോവാട്ടോ. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വൺ. ലെറ്റ്സ് രാധിക, can you read the next question for me please? Yes ma'am. What was Doug Smith's reaction to the research? എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രാധിക? Doug Smith's reaction. We need to figure out Doug Smith's, yes, Doug Smith's reaction. Doug Smith എന്ത് റിയാക്ഷൻ തന്നെ എന്തിനോട്? To the research. Okay, all right, നമുക്കപ്പോൾ നോക്കാം. Let's read the paragraph. I think it's a next paragraph. Yes, one second. Yes, all of you go through the 4th paragraph from here to here, all of you. Okay, നമുക്ക് വായിച്ചു നോക്കാം. രാധിക, can you read till here for me? Yes ma'am. In order to pinpoint the cause of the increased risk of neurodegenerative disorders, the footballers' playing positions were factored in. Outfield players would be expected to have a higher risk as they hit the ball more, but the difference was remarkable, according to Doug Smith, professor of neurosurgery. അപ്പൊ ഇവിടെ പ്ലേയേഴ്സിന്റെ പൊസിഷൻസും അതിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫുട്ബോൾ അറിയാത്ത ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. നമുക്ക് അതിന്റെ ഐഡിയ കിട്ടിയാൽ മതി. അതിന്റെ എക്സാക്ട് മീനിംഗ് ഒന്നും നമുക്ക് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സോ ഡോണ്ട് വറി. സോ ഇൻ ഓർഡർ ടു pinpoint the cause of the increased risk of neurodegenerative disorders, neurodegenerative disorderന്റെ increased riskന്റെ എക്സാക്ട് കോസ് പിൻപോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ന്യൂറോഡീജനറേറ്റീവ് ഡിസോർഡേഴ്സിന്റെ റിസ്ക് കൂടുന്നതിലുള്ള കോസ്, എക്സാക്ട് കോസ് പിൻപോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് the football players playing positions were factored in. അവർ എന്ത് ഇൻക്ലൂഡ് ചെയ്തു? ഫുട്ബോൾ പ്ലേയേഴ്സ് ഏത് പൊസിഷനിലാണ് അവർ ഫീൽഡിൽ കളിക്കുന്നത് എന്നുള്ള കാര്യം അവർ കണക്കിലെടുത്തു. അപ്പോ ഈ എക്സാക്ട് കോസ് എന്താ, ഈ ഡിസോർഡേഴ്സിന്റെ റിസ്ക് കൂടാനുള്ളതിന് എക്സാക്ട് കോസ് എന്താ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ കളിക്കുന്ന ആൾക്കാരുടെ പ്ലേയേഴ്സിന്റെ പൊസിഷൻ ഇൻക്ലൂഡ് ചെയ്തു. outfield players ആ പൊസിഷനിൽ കളിച്ച ആൾക്കാർക്ക് would be expected to have, നമ്മൾ അവർക്ക് ഒരു കൂടുതൽ റിസ്ക്, കൂടുതലാണ് അവരുടെ റിസ്ക് എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം എന്താ? അവരാണ് കൂടുതൽ ബോൾ ഹെഡ് ചെയ്യുന്നത്. But the difference was remarkable, according to Doug Smith, professor of neurosurgery. അപ്പൊ ഇവർ എക്സ്പെക്ട് ചെയ്ത ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സ്, അതൊരു പൊസിഷൻ ആട്ടോ, അവിടെ ആ പ്ലേയേഴ്സിന് റിസ്ക് കൂടുതലാണ് എന്ന് അവർ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ ആ കൂടുതൽ എന്ന് ആണെന്ന് അവർ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ അവർ ഫാക്ടറിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ കണ്ട വ്യത്യാസം, പല പൊസിഷൻസിൽ കണ്ട വ്യത്യാസം റിമാർക്കബിൾ ആയി, ഭയങ്കര കാര്യമുള്ള കാര്യമായിരുന്നു. ഓക്കെ, ഓൾറൈറ്റ്, നമുക്ക് നോക്കാം. അടുത്ത can you read from here till here for me please? Defenders who hit the ball most
were 5 times more likely to develop dementia than the general population. For midfielders, it was 4.59. For forwards, strikers, 2.79, and for goalkeepers, who almost never had the ball, 1.83. For all players, the longer their football career, the higher their chance of developing a neurodegenerative disease. This one. I had not expected such clear results, says Smith. അപ്പോ വൺ സെക്കൻഡ് അപ്പൊ സ്റ്റഡിയിലെ പൊസിഷൻസ് അവർ ഇൻക്ലൂഡ് ചെയ്തു ഇൻക്രീസ് റിസ്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. അപ്പൊ അവർ എക്സ്പെക്ട് ചെയ്ത ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സ്, അവർ ബോൾ ഒരുപാട് ഹാൻഡിൽ ചെയ്യുന്ന പ്ലേയേഴ്സ് ആയതുകൊണ്ട് അവർക്ക് റിസ്ക് കൂടുതലാണ്. പക്ഷെ അവർ സ്റ്റഡി നടത്തിയപ്പോ കണ്ട വ്യത്യാസം ഭയങ്കരമായിരുന്നു. അപ്പൊ എന്നിട്ട് അവർ റിസൾട്ട്സിനോട് കടക്കാട്ടോ. ഡിഫൻഡർ പൊസിഷനിൽ കളിച്ച ആൾക്കാർ അവരാണ് കൂടുതൽ ബോൾ ഹെഡ് ചെയ്യുന്നത്. അവരുടെ റിസ്ക് 5 times more likely to develop dementia than general population. സാധാരണ പോപ്പുലേഷൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫൻഡർ പൊസിഷനിൽ കളിക്കുന്ന പ്ലേയേഴ്സും ഡിമെൻഷ്യ വരാനുള്ള സാധ്യത 5 മടങ്ങ് കൂടുതലായിരുന്നു. ഇനി മിഡ്ഫീൽഡർ റോളിൽ കളിച്ച ആൾക്കാർക്ക് റിസ്ക് 4.59 ആയിരുന്നു. സ്ട്രൈക്കർ റോളിൽ കളിച്ച ആൾക്കാരുടെ റിസ്ക് 2.79 ആയിരുന്നു. ഗോൾ കീപ്പേഴ്സ് അങ്ങനെ ബോൾ ഹെഡ് ചെയ്യാറില്ല അധികം. ഓക്കെ, അവരുടെ റിസ്ക് 1.83 ആയിരുന്നു. അപ്പൊ നോക്കി വ്യത്യാസം നോക്കി, കൂടുതൽ ബോൾ ഹാൻഡ് ചെയ്ത പ്ലേയേഴ്സിന് 5 മടങ്ങ് കൂടുതലാണ് റിസ്ക്. മിഡ്ഫീൽഡേഴ്സ് 4.59 റിസ്ക് ആണ്, മറ്റവർക്ക് 2.79 ആണ്. അധികം ബോൾ ഹാൻഡിൽ ചെയ്യാത്ത ഹെഡ് ചെയ്യാത്ത മറ്റേ ഗോൾ കീപ്പറിന് അവരുടെ റിസ്ക് 1.83 ആണ്. ഓക്കെ, ഇനി എന്നിട്ട് പറയണം ഫോർ ഓൾ പ്ലേയേഴ്സ്, എല്ലാ പ്ലേയേഴ്സിനും എത്രത്തോളം ലോങ്ങർ ആയിരുന്നു അവരുടെ ഫുട്ബോൾ കരിയർ, ദ ലോങ്ങർ ദ ഫുട്ബോൾ കരിയർ വാസ്, ദ ഹയർ ദ ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് എ ന്യൂറോഡീജനറേറ്റീവ് ഡിസീസ്. അപ്പൊ അവർ എന്തോരം അവരുടെ കരിയർ കൂടുന്നോ അത്രയും കൂടുതലായിരുന്നു അവർക്ക് അസുഖം വരാനുള്ള സാധ്യത. അപ്പൊ എന്നിട്ട് ഇയാൾ പറയാൻ, ഞാൻ ഇത്രയും ക്ലിയർ കട്ട് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇത്രയും വ്യക്തതയുള്ള റിസൾട്ട്സ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ലാസ്റ്റ് സെന്റൻസ് ഒന്ന് വായിച്ചാൽ അധികം. On the other hand, I am not surprised that at least for a certain number of individuals having multiple serious head impacts had a bad effect. ഞാൻ ഇത്രയും ക്ലിയർ കട്ട് റിസൾട്ട്സ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ വേറൊരു കാര്യം എനിക്ക് അധികം ആശ്ചര്യമൊന്നും തോന്നാത്തത്, ചില ഇൻഡിവിജ്വൽസിന് ഒരുപാട് മൾട്ടിപ്പിൾ സീരിയസ് ഹെഡ് ഇമ്പാക്ട് ഹെഡ് ഇഞ്ചുറീസ് ഉള്ള ആൾക്കാർക്ക് ബാഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് വലിയ സർപ്രൈസ് ഒന്നും തോന്നിയില്ല. പക്ഷെ എനിക്ക് എന്റെ സ്റ്റഡിയുടെ റിസൾട്ട്സ് ക്ലിയർ കട്ട് ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. അപ്പൊ പ്ലേയറിന്റെ പൊസിഷൻ അനുസരിച്ചാണ് ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സ് ഒരുപാട് ഇത് ബോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് കൂടുതൽ ഹയർ റിസ്ക് ആണെന്ന് ഇവർ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ ഇവര് ആ റിസ്കിൽ കണ്ട വ്യത്യാസം ഭയങ്കരമായിരുന്നു. ഡിഫൻഡേഴ്സിന് ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്ത ആൾക്കാർ ഡിഫൻഡേഴ്സ് ആണ്. അവരുടെ റിസ്ക് 5 മടങ്ങ് കൂടുതലായിരുന്നു സാധാരണ പോപ്പുലേഷൻ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ. മിഡ്ഫീൽഡേഴ്സ് 4.59 ആയിരുന്നു. മറ്റേ ഫോർവേഡേഴ്സ് 2.79 ആയിരുന്നു. ഗോൾ കീപ്പേഴ്സ് ഒരിക്കലും അധികം ബോൾ ഹെഡ് ചെയ്യാത്ത ഗോൾ കീപ്പേഴ്സിന് അധികം ഹെഡ് ചെയ്യാത്ത ഗോൾ കീപ്പേഴ്സിന് 1.83 ആയിരുന്നു. ഇനി എത്രത്തോളം ഒരാളുടെ ഫുട്ബോൾ കരിയർ നീണ്ടുപോയോ അത്രത്തോളം അവരുടെ സാധ്യത കൂടി, ചാൻസ് കൂടി ന്യൂറോ ഡിജനറേറ്റീവ് ഡിസീസ് ഉണ്ടാവാൻ. ഇത്രയും ക്ലിയർ കട്ട് റിസൾട്ട്സ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് എനിക്ക് അധികം സർപ്രൈസ് ഒന്നുമില്ല. എന്ത് കാര്യത്തില് മൾട്ടിപ്പിൾ സീരിയസ് ഹെഡ് ഇമ്പാക്ട് ഉണ്ടായ ആൾക്കാർക്ക് ബാഡ് ഇഫക്റ്റ് ഉണ്ടായിരുന്നു. ഒരു ബാഡ് റിസൾട്ട് ബാഡ് ഇഫക്റ്റ് അവർക്ക് ഉണ്ടായിരുന്നു. അതില് എനിക്ക് വലിയ സർപ്രൈസ് ആയിട്ടൊന്നും തോന്നിയില്ല, ആശ്ചര്യകരമായിട്ടൊരു കാര്യമായിട്ട് തോന്നിയില്ല. ഓക്കെ, വായിച്ചു നോക്കി കമ്മ. ഓക്കെ, നമുക്കപ്പോ ഡഗ് സ്മിത്തിന്റെ റിയാക്ഷൻ ആണോ നമുക്ക് മനസ്സിലാക്കണ്ടേ ഒന്ന്. ഓക്കെ, സോ വി നീഡ് ടു ഫിഗർ ഔട്ട് ഡഗ് സ്മിത്ത്സ് റിയാക്ഷൻ ടു ദ റിസർച്ച്. സോ രാധിക, can you read the options one by one? Okay, ma'am. He was shocked by how conclusive its findings were. അതാണോ ഡഗ് സ്മിത്ത് ആകെ ഷോക്ക്ഡ് ആയിരുന്നു? എത്ര കൺക്ലൂസീവ് ആണ്. കൺക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആൻഡ് ക്ലിയർ കട്ട് ആണ് എവിഡൻസ് എന്നുള്ളതില്, റിസൾട്ട് എന്നുള്ളതില് അയാള് ഷോക്ക്ഡ് ആയിരുന്നു. അതാണോ അയാളുടെ റിയാക്ഷൻ? നെക്സ്റ്റ് വൺ. He was pleased that it supported his own theory. അയാളുടെ തിയറി സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടോ അതിൽ അയാൾക്ക് സന്തോഷം. അയാളുടെ തിയറിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ടോ? He was pleased that it supported his own theory? No. ഇറ്റ് എന്തിനെ റെഫർ ചെയ്യുന്ന? റിസർച്ചിനെ ആട്ടോ. ഓക്കെ, ഓൾറൈറ്റ്. അടുത്തത്. He was unconvinced by the methodology used. അവർ എന്ത് മെത്തേഡാണോ ഉപയോഗിച്ചത് അയാൾക്ക് അതൊരു കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. Come on. Okay, next one.
He was puzzled by some of the data gathered. അവർക്ക് കിട്ടിയ ഡേറ്റ അയാൾക്ക് കൺഫ്യൂസിംഗ് ആയിരുന്നു, പസിൽഡ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? No, ma'am. ഇല്ല. നോ. പക്ഷെ അവിടെ പറഞ്ഞിട്ടില്ലേ ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഇറ്റ് ടു ബി ദിസ് ക്ലിയർ, ഇത്ര ക്ലിയർ കട്ട്, ഇത്ര വ്യക്തതയോടുകൂടിയുള്ള റിസൾട്ട് കിട്ടും ഞാൻ വിചാരിച്ചിരുന്നില്ല. അപ്പൊ ആൻസർ ഏതാ? Yeah. He was shocked. ഇത്ര when something is conclusive എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ കട്ട് കാര്യം മനസ്സിലാവും. അവിടെ ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് ഒരു എലമെന്റ് ഇല്ല, അതിനാണ് നമ്മൾ കൺക്ലൂസീവ്. ഡീറ്റെയിൽഡ് ആണ്, നമുക്ക് കാര്യം കറക്റ്റ് ആയിട്ട് പിടികിട്ടും. He was shocked by how conclusive the findings of the study were. So that's why A is the answer. So E sentence ato, he was shocked. I hadn't expected such clear results. When something is clear, it's conclusive. നമുക്ക് കറക്റ്റ് ആയിട്ട് കാര്യം മനസ്സിലാവും, ഡീറ്റെയിൽഡ് ആണ്, വ്യക്തതയോടുകൂടി കാര്യം മനസ്സിലാവും, അതിനുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് എ ആൻസർ. ഇത് എളുപ്പമല്ല. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ഓക്കെ, all right. I want you to focus on the next question. ഇത് വളരെ കോമൺ ഫ്രേസ് ആട്ടോ. ഇതൊരു 3 തവണ ഇത് ഒരുപാട് പാർട്സ് ഈ റീഡിംഗിൽ ഞാൻ കണ്ടിട്ടുള്ള ഫ്രേസ് ആണ്. ഒരു 2 or 3 തവണ എക്സാമിൽ വന്നിട്ടുള്ളതാണ്, പല റീഡിംഗിൽ പല വ്യത്യസ്ത മെറ്റീരിയൽസ്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പൊ സ്മിത ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചേ. സ്മിത, please unmute yourself so I can hear you. Yes, ma'am. The phrase jury still out in the 5th paragraph suggests that questions remaining regarding. I want all of you to read the question and tell me. Ee word inde meaning alla avaru kandupidikkan parnekka. Onnu vaayichu nokke. The phrase jury is still out in the 5th paragraph suggests that questions remain regarding. So namukku enda kandupidikkan? എന്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് റിമൈൻ ചെയ്യുന്നതെന്ന്? ഓക്കെ, കറക്റ്റ്. According to the phrase, ശരിയാട്ടോ. ഒന്ന് പറഞ്ഞോട്ടോ, അതൊന്ന് പറഞ്ഞേ. According to the phrase, the jury is still out. ഞാൻ jury is still out ന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. Jury is still out എന്നുള്ള ഫ്രേസ് പ്രകാരം ഓക്കെ എന്താണ്? What questions about? ഒന്ന് പറഞ്ഞേക്കാമോ? ഒന്ന് വായിച്ചേ. The phrase jury is still out എന്നുള്ള ഫ്രേസ് 5ാമത്തെ പാരഗ്രാഫിൽ കൊടുത്തേക്കുന്ന ഫ്രേസ് സജസ്റ്റ് ചെയ്യുന്നു questions remain regarding, questions നിലനിൽക്കുന്നു, കുറിച്ച്. അപ്പൊ നമുക്കറിയാം എന്താ അറിയേണ്ട? questions about what is remaining. എന്തിനെ കുറിച്ചുള്ള questions ആണ് നിലനിൽക്കുന്നത്? വായിച്ചു നോക്കി. According to the phrase jury is still out in 5ാമത്തെ പാരഗ്രാഫിൽ കൊടുത്തേക്കുന്നത് നിർത്തി വായിക്കാം കേട്ടോ. The jury is still out എന്നുള്ള ഫ്രേസ് സജസ്റ്റ് ചെയ്യുന്നത് questions remain, questions നിലനിൽക്കുന്നു, regarding കുറിച്ച്. അപ്പൊ നമുക്കറിയുന്നത് എന്താ? എന്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് ഈ jury is still out എന്നുള്ള ഫ്രേസ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? All of you go through it, come on. ഓക്കെ, ഇനി ഞാനൊരു കാര്യം പറയാം. ജൂറി ഈസ് സ്റ്റിൽ ഔട്ട് എന്നുള്ളത്. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കേസ് നടത്തുമ്പോൾ വക്കീലുണ്ട്, ജഡ്ജ് ഉണ്ട്, 2 വക്കീൽമാരുണ്ട്. കുറ്റം ചെയ്ത ആൾക്ക് വേണ്ടി വാദിക്കുന്നതും മറ്റ് വിക്ടിമിന് വേണ്ടി വാദിക്കുന്നതുമായിട്ടുള്ള 2 വക്കീൽമാർ, ഒരു ജഡ്ജ്. അതാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സിസ്റ്റം. കോടതി അങ്ങനെയാണ് അല്ലെ? 2 വക്കീൽമാർ വാദിക്കും, 2 ഭാഗം വാദിക്കും, ജഡ്ജ് കേൾക്കും, ജഡ്ജ് എന്നിട്ട് കാര്യം പറയും. പക്ഷെ യു എസ് ആൻഡ് UK, പിന്നെ ഏതൊക്കെ കൺട്രീസ്, കൊറിയ, ജപ്പാൻ, അങ്ങനത്തെ ഒക്കെ കൺട്രീസിൽ അവിടെ ഈ 2 വക്കീൽമാർ വാദിക്കുന്നു, ജഡ്ജ് ഉണ്ട്. അത് കൂടാതെ നമ്മുടെ നോർമൽ ആൾക്കാർ കുറച്ചുപേര് അവിടെ ഉണ്ടാവും. അപ്പൊ ഡിസിഷൻ ജഡ്ജ് അല്ല മേക്ക് ചെയ്യുന്നത്. 2 വക്കീൽമാരുടെ വാദം കേട്ട് ഈ നോർമൽ ചിലപ്പോ റാൻഡംലി അവർ പിക്ക് ചെയ്ത സിറ്റിസൺസ്, നാട്ടുകാര് കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്, അവരെ ജൂറി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ അവിടെ ഈ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് ആക്ച്വലി ജഡ്ജ് അല്ല, വാദം കേട്ടിട്ട് ജൂറി എന്ന് വെച്ചാൽ സാധാരണ ആൾക്കാർ കുറച്ച് പേര് സെലക്ട് ചെയ്ത സാധാരണ ആൾക്കാർ, പല പ്രൊഫഷനിൽ നിന്ന് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള സാധാരണ ആൾക്കാർ അവിടെ ഒരു ഗ്രൂപ്പ് ഇരിക്കുന്നുണ്ടാവും. അവരാണ് വിധിയുടെ ഇത് പറയുന്നത്. എന്നിട്ട് അവരത് ജഡ്ജിന്റെ അടുത്ത് പറയും, എന്നിട്ടാണ് വിധി വരുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ജഡ്ജാണ്, അവിടെ അതല്ല. നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന, സിറ്റിസൺസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരിരിക്കും. അവരാണ് വക്കീൽമാര് വാദം കേട്ട് അവരെ ജൂറി എന്നാണ് വിളിക്കുന്നത്. അവരാണ് തീരുമാനം എടുക്കുന്നത്. എന്നിട്ട് അത് ജഡ്ജിക്ക് അപ്രൂവ് ചെയ്യാം, ഡിസപ്രൂവ് ചെയ്യാറില്ല, പൊതുവെ അപ്രൂവ് ചെയ്യും. അപ്പോ
ഈ ചില സമയത്ത് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ വക്കീൽമാരുടെ വാദം കഴിയും, എന്നിട്ടും ജഡ്ജിയും എല്ലാവരും കോർട്ടിലുണ്ടാവും, ഇവരോ പുറത്തു വിടും, ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ പുറത്തുവിട്ടിട്ട് അവരോട് തീരുമാനം എടുക്കാൻ പറയും. ചില സമയത്ത് അവർ തീരുമാനം എടുക്കാൻ പറയും. സോ സ്റ്റിൽ ദെൻ അവർ പറയും ജൂറി ഈസ് സ്റ്റിൽ ഔട്ട് എന്ന് പറഞ്ഞാൽ ജൂറി അവരിപ്പോഴും തീരുമാനം, അവരിപ്പോഴും ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടില്ല. ഓക്കെ, അതാണ് ജൂറി ഈസ് സ്റ്റിൽ. അപ്പൊ ഈ ജൂറി വിധി വിധിക്കേണ്ട ആൾക്കാർ, വിധിയിലോട്ട് വരേണ്ട ആൾക്കാർ, ദേ ആർ ഔട്ട്, ദേ ആർ സ്റ്റിൽ ഡിസ്കസിങ്, ദേ ആർ സ്റ്റിൽ തിങ്കിങ് അബൌട്ട് വാട്ട് ഷുഡ് ബി ദ ഡിസിഷൻ. സോ അവർ ജഡ്ജ്മെന്റ് മേഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. സോ ജഡ്ജിന് ജഡ്ജ്മെന്റ് പറയണമെങ്കിൽ അവർ ഇതുവരെയും കൺക്ലൂഷനിൽ എത്തിയിട്ടില്ല. സോ അങ്ങനെയാണ് നമ്മൾ ജൂറി ഈസ് സ്റ്റിൽ ഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ അതിൽ നിന്നാണ് ഈ ഫ്രേസ് വരുന്നത്. ഇത് മനസ്സിൽ വെച്ചേക്കാം കേട്ടോ. സോ ജൂറി ഈസ് സ്റ്റിൽ ഔട്ട്. അപ്പൊ ജൂറി ഈസ് സ്റ്റിൽ ഔട്ട് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്ക് ചെയ്തിട്ടുണ്ടോ? എന്നോടൊന്ന് പറഞ്ഞേ, ഞാൻ പറഞ്ഞതിന്റെ ബേസിസിൽ ഡിസിഷൻ മേക്ക് ചെയ്തിട്ടുണ്ടോ? Jury courtroom ഇല്ല, they are still out, they are outside, they are discussing. So that means decision is not made yet. അപ്പൊ നിങ്ങൾ ഈ ഫ്രേസ് നിങ്ങൾ ശരിക്കും പഠിച്ചു വെക്കുക. പല തവണ എക്സാമിന് വന്നിട്ടുള്ള ജൂറി ഈസ് സ്റ്റിൽ ഔട്ട്. അപ്പോ ആ ജൂറി ഇപ്പോഴും പുറത്താണ്, ജഡ്ജ്മെന്റ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക കോർട്ട് റൂമിൽ. ഇതിൽ നിന്നാണ് ഈ ഫ്രേസ് വന്നത്. അതും അപ്പൊ ജൂറി ഈസ് സ്റ്റിൽ ഔട്ട് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ, ജഡ്ജ്മെന്റ് ഇപ്പോഴും മേക്ക് ചെയ്തിട്ടില്ല. ഡിസിഷൻ ഇവിടെ ജഡ്ജ്മെന്റ് ഡിസിഷൻ ഇപ്പോഴും മേക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾ ഇത് മനസ്സിൽ വെക്കുക കേട്ടോ, ഇത് മനസ്സിൽ വെക്കുക. അപ്പൊ നമുക്കറിയേണ്ടത് ഈ ഫ്രേസിലൂടെ എന്ത് ചോദ്യങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കപ്പോ പാര വായിച്ചു നോക്കാം. പാര വായിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വൺ മോർ തിങ്, വി ഡോണ്ട് നീഡ് ടു റീഡ് ദ ഹോൾ പാരഗ്രാഫ്. ഇതാണ് വൊക്കാബ് ഉള്ളത്. വൊക്കാബ് കഴിഞ്ഞിട്ട് സെന്റൻസ് ഇല്ല. അപ്പൊ നമുക്ക് ഇവിടുന്ന് വായിക്കാം. ഇവിടുന്ന് മുതൽ ഇവിടുന്ന് വായിച്ചു. ഓൾ ഓഫ് യു 3 sentences വായിച്ചു കേട്ടോ. Okay, all right. Okay, so who was reading? Smita, can you read the first sentence for me, please? Yes, ma'am. How much force is required and exactly how it damages the brain is unknown. Okay. It is a single head acceleration that leads to either short-term or long-term neurodegeneration or the density of a lot of little hits. The jury is still out, says advocate. Okay, so ഇവിടെ how much force is required, എത്ര ഫോഴ്സ് വേണം to, and exactly how it damages the brain. So എത്ര ഫോഴ്സ് ഇതിൽ ഇൻവോൾവ് ആണ്, ഈ ഇഞ്ചുറിയിൽ ഇൻവോൾവ് ആണ്, അത് എങ്ങനെ ബ്രെയിനെ ഡാമേജ് ചെയ്യും എന്നുള്ളത് എന്താണ്? അൺനോൺ ആണ്. ഇറ്റ്സ് നോട്ട് നോൺ, വി ഡോണ്ട് നോ. ഇറ്റ് ഈസ് അല്ലാട്ടോ. നോക്കി, ഈസ് ഇറ്റ് എ സിംഗിൾ ഹെഡ് ആക്സിലറേഷൻ? ഒരു സിംഗിൾ ഹെഡ് ആക്സിലറേഷൻ ഇവിടെ റെഫേഴ്സ് ടു സ്പീഡ്. ഓക്കെ, ഒറ്റ ഒരു ഇതിലുള്ള സ്പീഡ് ആണോ that leads to short-term or long-term degeneration, or is it the density of a lot of hits? Density means the thickness, you know, the thickness of a lot of hits. The density of a lot of hits thickness. Yeah, one second ഞാൻ എഴുതട്ടെ. thickness നെയാണ് ഡെൻസിറ്റി റെഫർ ചെയ്യുന്നത്. ഇവിടെ അതിന്റെ ഇമ്പാക്റ്റിനെയാണ് പറയുന്നത്. ഒരുപാട് ഇതിന്റെ ഡെൻസിറ്റി ആണോ thickness ആണോ? ഓക്കെ, അപ്പൊ എത്രത്തോളം ഫോഴ്സ് ഈ വേണം, എത്രത്തോളം ഡാമേജ് കോസ് ചെയ്യാൻ എത്രത്തോളം ഫോഴ്സ് വേണം എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഒറ്റ ഒരു ഈസ് ഇറ്റ് ക്വസ്റ്റൻ ആട്ടോ, ഇറ്റ് ഈസ് അല്ല. ഈസ് ഇറ്റ് എ സിംഗിൾ ആക്സിലറേഷൻ? ഒറ്റ അടിയാണോ? ഒറ്റ സ്പീഡിൽ വന്നുള്ള അടിയാണോ? അതാണോ ഷോർട്ട് ടേം റീജനറേഷനിലോട്ടോ ലോങ് ടേം റീജനറേഷനിലോട്ടോ നയിക്കണേ? അതോ ഒരുപാട് ഹിറ്റുകളുടെ ഡെന്റിക് ഇമ്പാക്റ്റ് ആണോ എന്നത് നമുക്ക് അറിയില്ല. ദ ജൂറി ഈസ് സ്റ്റിൽ ഔട്ട്. അപ്പൊ എന്തിനെ കുറിച്ചുള്ള തീരുമാനം ഇതുവരെ ആവാത്തെ? ഒന്ന് പറഞ്ഞേ, ഒന്ന് വായിച്ചു. നിങ്ങൾ പറഞ്ഞു എത്ര ഫോഴ്സ് വേണം, എക്സാക്ട്ലി ആ എത്ര ഫോഴ്സ് വന്ന് എത്രത്തോളം ഡാമേജ് കോസ് ചെയ്യും നമുക്ക് അറിയില്ല. ഒറ്റ ഇടിയുടെ ഇമ്പാക്റ്റ് ആണോ ഷോർട്ട് ടേമിലോട്ടോ ലോങ് ടേമിലോട്ടോ ഡീജനറേഷനിലോട്ടോ നയിക്കണേ? അതോ ഒരുപാട് ഇടികളുടെ ഇമ്പാക്റ്റ് ആണോ? അതിനെ കുറിച്ചുള്ള ജൂറി ഈസ് സ്റ്റിൽ ഔട്ട്. അപ്പൊ എന്തിന്റെ ഇതാണ് നമുക്ക് അറിയാതെ? എന്തിന്റെ ഡിസിഷനാണ് നമുക്ക് അറിയാതെ? നിത്യ, രാധിക, സ്മിത, ബിജി, മഞ്ജു, സൈന, വീണ, നമുക്ക് എന്താ അറിയാത്ത ഇവിടെ? പ്രതിമ, നമുക്ക് എന്താ അറിയാതെ? ഡിമെൻഷ്യയുടെ കോസ് ആണോ? ഒന്നുകൂടി സ്പെസിഫിക് കോസ്. ഡിമെൻഷ്യ എത്രത്തോളം ഇഞ്ചുറിയുടെ ഇമ്പാക്ട് അല്ലേ? എത്രത്തോളം ഒരു ഇടിയിൽ നിന്നുള്ള ഇമ്പാക്റ്റ് ആണോ അതോ ഒരുപാട് ഇടിയിൽ നിന്ന് വരുന്ന ഇമ്പാക്റ്റ് ആണോ കോസ് ചെയ്യുന്നത്? അതിനെ കുറിച്ചുള്ള ജൂറി ഈസ് സ്റ്റിൽ ഔട്ട്.
The decision is not yet made. വായിച്ചു നോക്കി, എത്രത്തോളം ഫോഴ്സ് വേണം, എത്രത്തോളം ഡാമേജ് കോസിന് എത്രത്തോളം ഇത് വേണം നമുക്കറിയില്ല. ഒറ്റ ഇടി കൊണ്ടുള്ള ഇമ്പാക്റ്റ് ആണോ അതോ ഒരുപാട് ഇടി കൊണ്ടുള്ള ഇമ്പാക്റ്റ് കൊണ്ടാണോ ലോങ് ടേം ഷോർട്ട് ടേം ഡീജനറേഷൻ ഉണ്ടാവണേ? അതൊരു ചോദ്യമായിട്ട് നിലനിൽക്കാം. The jury is still out. Decision is still not made. Okay, are all of you with me so far? Is it clear? Okay, come on. Okay, Biji okay അല്ലേ? Others okay അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. Okay, നമുക്കപ്പോ ഇതിന്റെ ഇത് നോക്കാം. ഒന്ന് വായിച്ചേ, ഓപ്ഷൻസ് വായിച്ചേ with the question. Option A. The phrase "the jury is still out" in the 5th paragraph suggests that questions remaining regarding how new evidence can be gathered. ഇതാണോ എങ്ങനെ പുതിയ എവിഡൻസ് ഗ്യാദർ ചെയ്യാം എന്നുള്ള ചോദ്യമാണോ നിലനിൽക്കണേ? ആണോ? പുതിയ എവിഡൻസ് ഗ്യാദർ ചെയ്യുന്ന ചോദ്യമാണോ? അല്ല, ഫോഴ്സിന്റെ ആണ്. എത്രത്തോളം ഫോഴ്സ് വേണം, എത്രത്തോളം ഡാമേജ് ചെയ്യാൻ അല്ലെ? നെക്സ്റ്റ് വൺ. Option B. The phrase "the jury is still out" in the 5th paragraph suggests that questions remain regarding what type of impact leads to dementia. എങ്ങനത്തുള്ള ഇമ്പാക്റ്റ് ആണ് ഡിമെൻഷ്യയിലോട്ട് നയിക്കുന്നത്? Can be. അല്ല, maybe. Correct. Can be. അടുത്ത വായിച്ചോ. Option C. The phrase "the jury is still out" in the 5th paragraph suggests that questions remain regarding how to explain findings to non-scientists. അതാണോ നോൺ സയന്റിസ്റ്റിനെ കുറിച്ച് അവിടെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്? അടുത്തത്. Option D. The phrase "the jury is still out" in the 5th paragraph suggests that questions remain regarding whether other experts will accept Smith's theory. സ്മിത്തിന്റെ തിയറി മറ്റുള്ള എക്സ്പേർട്സ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതിനുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമുക്ക് എന്താ ബി എൽ ആൻസർ? ഒരു ഇടി കൊണ്ടുള്ള ഇമ്പാക്റ്റ് ആണോ ഒന്നിൽ കൂടുതലുള്ളതാണോ അതിപ്പോഴും അറിയില്ല. ജൂറി ഇസ് സ്റ്റിൽ ഔട്ട്, ഡിസിഷൻ ഇസ് നോട്ട് മെയ്ഡ് യെറ്റ്. ഓക്കെ, 2 മാസം മുമ്പുള്ള എക്സാമിന് വരെ ഈ ഫ്രേസ് വന്നതാട്ടോ, കോണ്ടെക്സ്റ്റ് വേറെയായിരുന്നു. സോ നിങ്ങൾ ഇത് ശരിക്കും അറിഞ്ഞിരിക്കണം. ജൂറി ഇസ്, ഞാൻ പറഞ്ഞ കോർട്ടിന്റെ സംഭവം നിങ്ങൾ വിചാരിച്ചാൽ അവിടെ നിന്നാണ് ഈ ഫ്രേസ് വരുന്നത്. ഓക്കെ, ഡിസിഷൻ മേക്ക് ചെയ്തിട്ടില്ല, ഇപ്പോഴും ഒരു തീരുമാനം ആയിട്ടില്ല, ഇപ്പോഴും ഒരു കൺക്ലൂഷനിലോട്ട് എത്തിയിട്ടില്ല എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പോഴും നമുക്ക് മനസ്സിലാവാത്ത കാര്യം എത്രത്തോളം ഫോഴ്സിലുള്ള അടി വന്നാലാണ് അല്ലെങ്കിൽ ഇടി വന്നാലാണ് ഒരാളുടെ ഡിമെൻഷ്യ വരത്തക്ക രീതിയിലുള്ള പ്രശ്നം വരാം. ഒരിതാണോ അതോ ഒന്നിൽ കൂടുതൽ വന്നാൽ അതിന്റെ തിക്കായിട്ടുള്ള ഇമ്പാക്റ്റ് ആണോ? ഓക്കെ, ഓൾറൈറ്റ്. സോ ദിസ് ഇസ് പ്രിറ്റി സ്ട്രേറ്റ് ഫോർവേഡ്. ഞാൻ അടുത്തതിലോട്ട് പോവാണ്. ഓക്കെ, ഓൾറൈറ്റ്. നിവ്യ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. വി ജസ്റ്റ് ഹാവ് 2 more questions and we are done. Yes, Nivya. Okay. What do we learn about the changes that the NFL have made? What do we learn about the changes that NFL have made? അപ്പൊ നമുക്ക് എന്തിനെ കുറിച്ച് അറിയണ്ടേ? Changes Made in the NFL. Made by the NFL. NFL Football League ആട്ടോ. Made by the NFL. So National Football League make ചെയ്ത ചേഞ്ചസിനെ കുറിച്ച് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? What do we understand about the changes? മാറ്റങ്ങളെ കുറിച്ച് NFL മേക്ക് ചെയ്ത മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് എന്താ മനസ്സിലാവണേ? All of you go through it. Come on. Okay, നമുക്ക് പാരഗ്രാഫ് വായിക്കാം. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റൻ ആട്ടോ ഈ പാരഗ്രാഫ് കേട്ടോ, 6th പാരഗ്രാഫ്. Okay, Nivya, can you read till here for me, please? In 2018, the US National Football League banned certain tackles and moves, resulting in a reduction in collision speeds. The rule amendments were promoted by studies showing collisions between players were causing concussion and increased risk of brain damage. Okay, so in 2018, 2018 National Football League, USA National Football League banned certain tackles. Tackles എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോൾ ഒരു പ്ലെയറിന്റെ എങ്ങനെയാണ് തട്ടിയെടുക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ ടാക്കിൾ എന്ന് പറയുന്നത്. അതിന് പല രീതികളുണ്ട് കേട്ടോ. So the way a ball is snatched from a player.
അതിനാണ് ടാക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തു, ഈ 2018 US ഫുട്ബോൾ ലീഗ് ചില രീതിയിലുള്ള ബോൾ സ്റ്റാച്ച് ചെയ്യുന്ന രീതികൾ അല്ലെങ്കിൽ ചില മൂവ്സ് ഫീൽഡിൽ ചില രീതിയിൽ അവർ മൂവ് ചെയ്യുന്നത് അവർ ബാൻ ചെയ്തു. അത് എന്തിലോട്ട് നയിച്ചു? റിഡക്ഷൻ ഇൻ കൊലീഷൻ സ്പീഡ്. ആൾക്കാർ കൂട്ടിയിടിക്കുന്ന സ്പീഡിന്റെ ആ ഒരു ഇത് അത് കുറച്ചു. ഓക്കെ, ദ റൂൾ അമെന്റ്മെന്റ്സ്, ഈ മാറ്റം, ഇവർ കൊണ്ടുവന്ന ഈ റൂളിലുള്ള മാറ്റം അത് എന്താണ് എന്തിൽ നിന്നാണ് അത് വന്നത്? ബിക്കോസ് ഓഫ് ദ സ്റ്റഡീസ് ഷോയിങ് കൊലീഷൻസ് ബിറ്റ്വീൻ പ്ലേയേഴ്സ് വർ കോസിംഗ് കൺകഷൻ ആൻഡ് ഇൻക്രീസ് റിസ്ക് ഓഫ് ബ്രെയിൻ ഡാമേജ്. അപ്പൊ പല സ്റ്റഡീസും കാണിച്ചു പ്ലേയേഴ്സ് തമ്മിൽ കൂട്ടിയിടിക്കുന്നത് കൺകഷനും ബ്രെയിൻ ഡാമേജിന്റെ റിസ്കും കൂട്ടും എന്ന് കാണിച്ചത് കൊണ്ട് NFL റൂള് അത് ചേഞ്ച് ചെയ്ത് പ്രോംപ്റ്റ് ചെയ്തു. എന്നിട്ട് NFL എന്ത് ചെയ്തു? ചില ടാക്കിൾസ്, ചില പ്ലേയേഴ്സ് ചില ടാക്കിൾസ് ചെയ്യുന്നത്, ചില മൂവുകൾ അവരത് ബാൻ ചെയ്തു. അപ്പൊ അത് എന്തിലോട്ട് നയിച്ചു? കൊലീഷന്റെ സ്പീഡ്, ആൾക്കാർ തമ്മിൽ കൂട്ടിയിരിക്കുന്നതിന്റെ സ്പീഡ് കുറച്ചു. അങ്ങനെ അവർ ചെയ്തത്. ഓക്കെ, ഇനി ടിൽ ദി എൻഡ് ദിവ്യ. The modifications had little effect on the way the game is played, says Arbogast, who, as a consultant for the NFL Players Association, identified the cause of concussion in the game. But concussion dropped 35% on the previous season to the lowest rate ever recorded. Improved equipment is also helping, and discussion is ongoing whether to prohibit tackles at younger ages. സോ അപ്പൊ ഇവരെന്തിങ്ങനെ മാറ്റം വരുത്തില്ല, ചില രീതിയിലുള്ള മൂവ്സും ചില ടാക്കിൾസും അവർ ബാൻ ചെയ്തു. അതുകൊണ്ട് കൊലീഷന്റെ സ്പീഡ് കുറഞ്ഞു. ഇത് അങ്ങനെ വരാനുള്ള കാരണം എന്താ? അവരെ പ്രോംപ്റ്റ് ചെയ്തത് പല സ്റ്റഡീസും പറഞ്ഞു ചില ടൈപ്പ് കൊലീഷൻസ് ആണ് കൺകഷനും ബ്രെയിൻ ഡാമേജിന്റെ റിസ്കും കൂട്ടുന്നത് എന്ന് കണ്ടതുകൊണ്ടാണ് NFL അങ്ങനെ ചെയ്തത്. അവർ വരുത്തിയ മാറ്റം ഹാഡ് ലിറ്റിൽ ഇഫക്ട്. ലിറ്റിൽ ഇഫക്ട് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് കുറച്ച്, വളരെ വളരെ കുറച്ച്, ഓൾമോസ്റ്റ് നത്തിങ്. ഓക്കെ, ഓൾമോസ്റ്റ് നൺ എന്നുള്ള രീതിയിൽ. അപ്പോ ഓൾമോസ്റ്റ് നത്തിങ് എന്ന് പറയാം, അല്ലെങ്കിൽ നോട്ട് മച്ച്. ഓക്കെ, വലിയ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള എഫക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെ അവർ ഗെയിം കളിച്ചു എന്നതിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവര് മാറ്റം വരുത്തി, പക്ഷെ അതുകൊണ്ട് ഒരു ഗെയിം ഫുട്ബോൾ കളിക്കുന്ന രീതിയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ആർബോഗസ്റ്റ് പറയാണ്, അയാൾ ഒരു കൺസൾട്ടന്റ് ആണ് NFL വേണ്ടിയിട്ടുള്ളത്. അയാളാണ് ഈ കൺകഷന്റെ കോസ്, ഗെയിമിലെ കൺകഷന്റെ കോസ് ഐഡന്റിഫൈ ചെയ്തത്. പക്ഷെ എന്നിട്ട് അയാൾ പറയുന്നത്, പക്ഷെ ഗെയിം കളിക്കുന്ന രീതിയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ലെങ്കിൽ കൂടി കൺകഷന്റെ റേറ്റ് പ്രീവിയസ് സീസണിൽ 35% അത് ഡ്രോപ്പ് ആയി ടു ദ ലോവസ്റ്റ് റേറ്റ് എവർ റെക്കോർഡഡ്. ഈ മാറ്റം വന്നതിലൂടെ ഗെയിം കളിക്കുന്ന രീതിയിൽ മാറ്റം വന്നില്ല, പക്ഷെ കൺകഷൻ റെക്കോർഡ് ചെയ്ത് പ്ലേയേഴ്സിന് കൺകഷൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ സീസണിൽ 35%, അത് ഏറ്റവും കുറവായിട്ട് ഇതുവരെ റെക്കോർഡ് ചെയ്തതിൽ ഏറ്റവും ലോവസ്റ്റ് റേറ്റ് ആയിട്ട് കുറഞ്ഞു. പിന്നെ അതുകൂടാതെ എക്യുപ്മെന്റ്, അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്, ഇംപ്രൂവ്ഡ് എക്യുപ്മെന്റ് അവർ ഉപയോഗിക്കാൻ തുടങ്ങി, അതും സഹായിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഡിസ്കഷൻസ് നടക്കാണ് ചെറിയ പ്ലേയേഴ്സിൽ ഈ ടാക്കിൾ എന്നുള്ള സംഭവം അത് കംപ്ലീറ്റ്ലി ബാൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഒന്ന് വായിച്ചു നോക്കി. 2018 US നാഷണൽ ഫുട്ബോൾ ലീഗ് ബാൻ ചെയ്തു ചില രീതിയിലുള്ള മൂവ്സും ടാക്കിൾസും ഒക്കെ. അത് എന്തിലോട്ട് നയിച്ചു? കൊലിഷന്റെ സ്പീഡ് കുറയുന്നതിലോട്ട് നയിച്ചു. ഇങ്ങനത്തെ ചേഞ്ചസ് വരാനുള്ള അത് പ്രോംപ്റ്റ് ചെയ്തത് എന്താണ്? അത് വരാനുള്ള കാരണം എന്താ? ചില സ്റ്റഡീസ് കാണിച്ചു പ്ലേയേഴ്സ് തമ്മിലുള്ള കൊലീഷൻ അടിക്കുന്നതാണ് കൺകഷനും ബ്രെയിൻ ഡാമേജ് കൂട്ടാനുള്ള കാരണം. ഇവർ വരുത്തിയ മാറ്റം ഗെയിം കളിക്കുന്ന രീതിയിൽ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ കൂടി കൺകഷന്റെ റേറ്റ്സ് ഡ്രോപ്പ് ചെയ്തു. കഴിഞ്ഞ പ്രീവിയസ് സീസൺ 35 ഈ സീസണിൽ അത് ഏറ്റവും കുറവ്, ഇതുവരെ റെക്കോർഡ് ചെയ്ത ഏറ്റവും കുറവ് റേറ്റിലോട്ട് അത് താന്നു. ഇനി അവർ ഇംപ്രൂവ്ഡ് എക്യുപ്മെന്റ് ഉണ്ട്, അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഇപ്പൊ ഡിസ്കഷൻസ് ഓൺഗോയിങ് ആണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കംപ്ലീറ്റ്ലി ബാൻ ചെയ്യണോ, പ്രൊഹിബിറ്റ് ചെയ്യണോ ടാക്കിൾസ്? ആരില്? യങ്ങർ ഏജസ്, യങ്ങർ പ്ലേയേഴ്സ്. ഒന്ന് വായിച്ചു നോക്കി. കം ഓൺ ഓൾ ഓഫ് യു. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ മറന്നുപോവല്ലേ, ഓർത്ത് വെക്കാം. നമുക്ക് അപ്പൊ ഓപ്ഷൻസ് നോക്കാം. ഒന്ന് വായിച്ചു നിൽക്കുക. ഓപ്ഷൻസ് വായിച്ചേ. ചേഞ്ചസ് എന്താണ് നമുക്ക് മനസ്സിലാവണം. ഫ്രം ദ ചേഞ്ചസ് വാട്ട് ഡു വി ലേൺ അബൌട്ട് ദ ചേഞ്ചസ് മെയ്ഡ് ബൈ NFL? ഒന്ന് വായിച്ചു കേട്ടോ, എന്താണ് നമുക്ക് മനസ്സിലാവണം. Option A, their impact on play has been minimal. Their impact, അവരുടെ അവരെന്താ ചേഞ്ചസ് ആട്ടോ, their impact. ഓക്കെ, എപ്പോഴും ഓർക്കുക, their എന്ന് പറഞ്ഞാൽ എപ്പോഴും ആളെ മാത്രമല്ല കേട്ടോ, ഇനാനിമേറ്റ് ഒബ്ജക്ട്സ് ഇല്ല. അപ്പൊ their impact, അവരുടെ ഇമ്പാക്ട് ഓൺ പ്ലേ, ഓൺ ഗെയിം ഹാസ് ബീൻ മിനിമൽ. അതെങ്ങനെ ഗെയിമിനെ ബാധിച്ചു എന്നുള്ളത് മിനിമൽ രീതിയിലാണ് ബാധിച്ചത്. വളരെ വലിയ കാര്യമായിട്ടുള്ള മാറ്റവും പ്ലേയിൽ ഉണ്ടായിരുന്നില്ല എന്നാണോ അവരോട് പറഞ്ഞേക്കണേ. അടുത്തത്, They were requested by players themselves. ഈ മാറ്റങ്ങൾ ദേ ആരാ? ചേഞ്ചസ്. ഈ ചേഞ്ചസ് റിക്വസ്റ്റ് ചെയ്ത് പ്ലേയേഴ്സ് ആണോ അവിടെ പറഞ്ഞിട്ടുണ്ടോ? പ്ലേയേഴ്സ് ആണോ റിക്വസ്റ്റ് ചെയ്ത ചേഞ്ചസ്? കളിക്കാരാണോ പറഞ്ഞ മാറ്റങ്ങൾ വേണമെന്ന്? അല്ലല്ലോ. ആണോ? Come on, tell me. Others tell me. Pratima, Jose, what do you think? അല്ലല്ലോ, കളിക്കാരൊന്നും പറഞ്ഞില്ല അല്ലെ? ഇല്ല. അടുത്തത്
They will soon become obligatory for younger players. ഈ ഒബ്ലിഗേറ്ററി എന്താ? ഇവിടെ ഒബ്ലിഗേറ്ററി എന്ന് പറഞ്ഞാൽ കമ്പൽസറി. വൈകാതെ തന്നെ യങ്ങർ പ്ലേയേഴ്സ് അത് കമ്പൽസറി ആവും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഡിസ്കഷൻ നടക്കുന്നു എന്ന് പറഞ്ഞേക്കണേ. കറക്റ്റ്. സോ സി അല്ല. അടുത്തത്. Their introduction has led to the redesigning of equipment. Their introduction, changesന്റെ introduction കൊണ്ട് equipment redesign ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇംപ്രൂവ്ഡ് എക്യുപ്മെന്റ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് റീഡിസൈൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോ ആൻസർ ഏതാ? Their impact. Their എന്ന് ഉദ്ദേശിക്കുന്നത് ദേ അല്ലെങ്കിൽ their ഇവിടെ റെഫർ ചെയ്യുന്നത് ചേഞ്ചസിനെയാട്ടോ. നിങ്ങൾ എപ്പോഴും ദേയും ദേറും ആൾക്കാരെ എന്നുള്ള രീതിയിൽ നിൽക്കരുത്. പ്ലൂറൽ ആയിട്ടുള്ള വേർഡിനെയാണ് ഇപ്പൊക്കെ അത് റെഫർ ചെയ്യുന്നത്. ആ പ്ലൂറൽ വേർഡ് ഒരു ആൾക്കാരുടെ പേരാവാം അല്ലെങ്കിൽ വസ്തുക്കളുടെ പേരാവാം. മനസ്സിലായോ? ബൾബ് കത്തി ക്ലിക്ക് ആയോ? ഓക്കെ അല്ലേ? നോക്കിയേ. Okay, pretty straightforward. Last and final question. Okay. Okay, Biji, ഒന്ന് വായിച്ചേ last question. According to the final paragraph, both Arbogast and Smith. അപ്പൊ രണ്ട് സയന്റിസ്റ്റുകളുടെ പേരാട്ടോ, ആർബോഗാസ്റ്റ് ആൻഡ് സ്മിത്ത്. സോ അക്കോർഡിംഗ് ടു ദ ഫൈനൽ പാരഗ്രാഫ്, സോ ആസ് പെർ ദ ഫൈനൽ പാരഗ്രാഫ്, രണ്ട് സയന്റിസ്റ്റുകൾ പറയുന്നത് ആസ് പെർ അവർ പറയുന്നത് ഫൈനൽ പാരഗ്രാഫ് പ്രകാരം ആർബോഗസ്റ്റും സ്മിത്തും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇപ്പൊ ആസ് പെർ ദ ലാസ്റ്റ് പാര നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾ ഒന്ന് പറഞ്ഞു. രണ്ട് സയന്റിസ്റ്റുകളുടെ പേര് എന്ത് ചെയ്ത് നമുക്ക് എന്താ അറിയണ്ടേ? അവരെന്താ പറയുന്നേന്നല്ലേ? What is said by, what is told or said by Arbogast and Smith. Arbogast and Smith. I might be pronouncing the name wrong. Bear with me. Arbogast and Smith. Okay. ഇവർ ഈ രണ്ട് സയന്റിസ്റ്റുകളും എന്താ പറയണേ എന്നാ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ലാസ്റ്റ് പാര വായിച്ചു നോക്കാം. ശ്രദ്ധിച്ചു വായിക്കാം. Here you go. Take 55 seconds. Let me arrange the screen. Yes, go through the paragraph. All of you. The question is whether the time has come for the European Western. Okay. Viji, can you read till here for me, please? Okay. The question is whether the time has come for the European version of football to consider similar changes with heading the most obvious target. Arbogast and Smith say more research should be carried out with the results informing adaptations in the game in order to minimize the risk. ശ്രദ്ധിക്കാട്ടോ. The question is whether, ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യം എന്താന്ന് വെച്ചാൽ whether the time has come for European version of football to consider similar. അപ്പൊ നേരത്തെ പറഞ്ഞു യുഎസിലാണ് ചേഞ്ചസ് വരുത്തിയെന്നാ പറയുന്നത്. ഇവര് പറയുന്നത് ഇപ്പോഴത്തെ ചോദ്യം എന്താ വെച്ചാൽ യൂറോപ്യൻ വേർഷൻ ഓഫ് ഫുട്ബോളിലും ഇതുപോലത്തെ ചേഞ്ചസ് വരുത്തണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ആ ചേഞ്ചസിന്റെ വിത്ത് ഹെഡിങ് ദ മോസ്റ്റ് ഒബ്വിയസ് ടാർഗറ്റ്. ഹെഡിങ് ഒരു മോസ്റ്റ് ഒബ്വിയസ് ടാർഗറ്റ് ആക്കി അതൊരു ഫോക്കസ് ആക്കി മാറ്റങ്ങൾ വരുത്തണമോ യൂറോപ്യൻ ഫുട്ബോളിലും എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. ഇനി ഇപ്പൊ നമ്മുടെ സയന്റിസ്റ്റുകൾ വരാട്ടോ. Arbogast and Smith say more research should be carried out. അപ്പൊ ഇത് രണ്ടുപേരും പറയാം നമുക്ക് കൂടുതൽ റിസർച്ച് ചെയ്യണം. എന്നിട്ട് ആ റിസർച്ചിന്റെ റിസൾട്ട്സ് ഇൻഫോമിംഗ് അഡാപ്റ്റേഷൻ ഇൻ ദ ഗെയിം ഇൻ ഓർഡർ ടു മിനിമൈസ് റിസ്ക്. വിത്ത് ദ റിസൾട്ട് ഇൻഫോമിംഗ്, ഇവിടെ ഇൻഫോമിംഗിന്റെ മീൻ ഗിവിംഗ് നോളജ് ഓർ ഐഡിയ. അപ്പൊ നമ്മൾ കൂടുതൽ റിസർച്ച് ക്യാരി ഔട്ട് ചെയ്യണം. എന്നിട്ട് ആ റിസർച്ചിന്റെ റിസൾട്ട് നമുക്ക് ഇൻഫർമേഷൻ തരണം about the adaptations in the game in order to minimize risk. എന്തൊക്കെ അഡാപ്റ്റേഷൻസ് മേക്ക് ചെയ്യുന്നതിലൂടെയാണ് ഗെയിമിൽ നമുക്ക് റിസ്ക് കുറയ്ക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരത്തക്ക രീതിയിലുള്ള റിസർച്ച് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണം എന്നാണ് ഈ രണ്ട് സയന്റിസ്റ്റുകളും പറയുന്നത്. ഓക്കെ. അപ്പൊ ഇനി യൂറോപ്യൻ വേർഷനിൽ ഹെഡിങ്ങിന്റെ മനസ്സിൽ വെച്ചിട്ട് ടാർഗറ്റ് ആക്കിയിട്ട് മാറ്റങ്ങൾ വരുത്തണോ എന്നാണ് അടുത്ത ചോദ്യം. ആർബോഗാസ്റ്റും സ്മിത്തും പറയുന്നത് കൂടുതൽ റിസർച്ച് വേണം. എന്നിട്ട് ആ റിസർച്ചിന്റെ റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ടത് ഗെയിമിൽ എന്തൊക്കെ അഡാപ്റ്റേഷൻസ് കൊണ്ടുവന്നാലാണ് നമുക്ക് റിസ്ക് കുറയ്ക്കാൻ പറ്റുക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി തരത്തക്ക രീതിയിലുള്ള റിസർച്ച് നമ്മൾ നടത്തണം. ഓക്കെ. ഓൾറൈറ്റ്. ഇനി ഇവിടെ നിന്ന് ഇവിടെ വരെ വായിച്ചോ കേട്ടോ. Okay. That could mean improved
equipment, rules changes, or better trained on the signs and symptoms of concussion. Consultants should be brought into work closely with the football as they do in the NFL. Smith believes it is too early to remove heading from the sport, and it is concerned that people are being scared away. I get emails from young footballers who were concerned, but the game has enormous health effects, says Smith. It would be the said if they drop the game altogether. അപ്പോൾ ഇവർ പറഞ്ഞു നമുക്ക് കൂടുതൽ റിസർച്ച് വേണം, ആ റിസർച്ചിൽ നിന്ന് കിട്ടുന്ന ഈ റിസൾട്ട്സിൽ നിന്ന് നമുക്ക് നമ്മുടെ ഗെയിമിൽ റിസ്ക് കുറയ്ക്കത്തക്ക രീതിയിലുള്ള അഡാപ്റ്റേഷൻസ് മാറ്റങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, അതിന്റെ അർത്ഥം ചിലപ്പോൾ നമുക്ക് എക്യുപ്മെന്റ് ഇംപ്രൂവ് ചെയ്യേണ്ടി വരായിരിക്കാം, ചിലപ്പോൾ റൂൾസ് മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ബെറ്റർ ട്രെയിനിങ് വേണം കൺകഷന്റെ സയൻസും സിംറ്റംസിനെ കുറിച്ചൊക്കെ. ഓക്കെ, then consultants കൊണ്ടുവരണം, should be brought into work closely with football as they do in NFL. So NFL യുഎസിന്റെ നാഷണൽ ഫുട്ബോൾ ലീഗ് പോലെ തന്നെ യൂറോപ്യൻ ഫുട്ബോളും കൺസൾട്ടൻസിനെ കൊണ്ടുവരണം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാനുള്ള കൺസൾട്ടൻസിനെ കൊണ്ടുവന്ന് അവരുടെ ഒപ്പം വർക്ക് ചെയ്യണം ഫുട്ബോളിലെ ആൾക്കാർ. എന്നിട്ട് പറയാണ് സ്മിത്ത് ബിലീവ്സ്, ഇനി സ്മിത്തിന്റെ ബിലീഫിലോട്ട് വരാം. അയാൾ വിശ്വസിക്കുന്നത് ഹെഡിങ്, it is too early to remove heading from the sport. അപ്പോൾ ഫുട്ബോളിൽ നിന്ന് കംപ്ലീറ്റ്ലി ഹെഡിങ് എന്നുള്ള ആ ഒരു ഹെഡിങ് എന്ന് പറഞ്ഞ ആ സംഭവം ഇത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ ആ ഒരു സ്റ്റേജ് അല്ല, അത് എത്തിയിട്ടില്ല. ഇത് ഭയങ്കര ഇറ്റ് ഈസ് ടു ഏർലി ടു ഡു ദാറ്റ്. അയാൾ കൺസേൺഡ് ആണ് ദാറ്റ് പീപ്പിൾ ആർ ബീങ് സ്കേർഡ് അവേ, ആൾക്കാരെ ഇപ്പൊ പേടിപ്പിക്കാൻ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പൊ ഹെഡിങ് സ്പോർട്ടിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട സമയമൊന്നും ആയിട്ടില്ല. Okay, എന്നിട്ട് ഇയാൾ പറയും I get emails from young footballers who are concerned, but the game has enormous health benefits. It would be sad if they drop the game altogether. അപ്പൊ അയാൾ പറയാണ് ഇവർ രണ്ടുപേരും പറയുന്നത് നമുക്ക് റിസർച്ച് നടത്തി മാറ്റങ്ങൾ എന്തൊക്കെ വേണം, റിസ്ക് കുറയ്ക്കാനുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അറിവ് കിട്ടണം, നമുക്ക് ചിലപ്പോൾ എക്യുപ്മെന്റ് ഇംപ്രൂവ് ചെയ്യാം, റൂൾസ് മാറ്റം ചെയ്യാം, ബെറ്റർ ട്രെയിനിങ് കൊടുക്കാം, കൺസൾട്ടൻസിനെ കൊണ്ടുവരാം. എന്നിട്ട് സ്മിത്ത് പറയണേ ഞാൻ ബിലീവ് ചെയ്യുന്നത് ഹെഡിങ് എന്നുള്ള ആ ഒരു സംഭവം സ്പോട്ടിൽ നിന്ന് ആ ഒരു മൂവ് സ്പോട്ടിൽ നിന്ന് മാറ്റാനുള്ള ആവശ്യമായിട്ടില്ല. ആൻഡ് അയാൾ പറയുന്ന ആൾക്കാരൊക്കെ ഭയങ്കര പേടിച്ചിരിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. എനിക്ക് തന്നെ ഒരുപാട് ഫുട്ബോളേഴ്സും വളരെ ചെറിയ ഫുട്ബോളേഴ്സ്, യങ് ഫുട്ബോളേഴ്സ് എനിക്ക് മെയിൽസ് ഒക്കെ അയക്കുന്നുണ്ട്. അവർ പേടിച്ചിട്ടാണ്, അവർ വെറിഡാണ്. പക്ഷെ ഗെയിമിന് ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും ഇങ്ങനത്തെ നല്ല പ്ലേയേഴ്സ് ഇതിനെയൊക്കെ പേടിച്ച് ഗെയിം തന്നെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നമുക്ക് വിഷമം വരുത്തുന്ന ഒരു കാര്യമായിട്ട് മാറും എന്നാണ് ഇയാൾ പറയുന്നത്. ഇനി അടുത്തത് ബിജി, ടിൽ ദി എൻഡ്. Abogas point out that footballers have better cardiovascular health, are less likely to be overweight, and gain leadership, soft skills, and social bonds. But it does seem the time has come to ask tough questions and start exploring the answers. Can the game live without heading, particularly if it means players can live on? അപ്പൊ മറ്റേ സ്മിത്ത് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഹെഡിങ് ഒന്നും റിമൂവ് ചെയ്യേണ്ട സമയമായിട്ടില്ല. ആൾക്കാർ ഇപ്പൊ ഭയങ്കര പേടിച്ചിരിക്കണം. എനിക്ക് തന്നെ യങ് ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ അടുത്ത് മെയിൽസ് ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ നമ്മുടെ ഗെയിം വളരെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ഗെയിമിൽ നിന്ന് ഇതൊക്കെ കണ്ട് പേടിച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്താൽ ഭയങ്കര ദുഃഖമുള്ള ഒരു കാര്യമാവും. ഇനി അടുത്ത സയൻസിലോട്ട് പോവാണ്. അർബോഗാസ്റ്റ് പറയാണ് ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ കാർഡിയോവാസ്കുലർ ഹെൽത്ത് ഭയങ്കര ബെറ്റർ ആണ്. അവർ ഓവർവെയിറ്റ് ആവാനുള്ള സാധ്യതയില്ല. അവർക്ക് ഫുട്ബോൾ കളിക്കുന്ന ലീഡർഷിപ്പ്, സോഫ്റ്റ് സ്കിൽസ്, സോഷ്യൽ ബോണ്ട്സ് ഇതൊക്കെ കിട്ടുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്കിപ്പോ നമ്മളിങ്ങനെ കാര്യമായിട്ടുള്ള കാര്യം ചോദിക്കേണ്ട സമയം എത്തിയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ആൻസറും കണ്ടെത്തേണ്ട സമയം എത്തിയിട്ടുണ്ട്. എന്താണ് ആ ചോദ്യം? ഹെഡിങ് എന്ന് പറഞ്ഞ ആ ഒരു മൂവ് ഇല്ലാതെ ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് പറ്റൂ. എസ്പെഷ്യലി നമ്മുടെ പ്ലേയേഴ്സിന്റെ ജീവന് വേണ്ടി ബൈ ഗിവിംഗ് വാല്യൂ ടു ദ ലൈഫ് ഓഫ് ദ പ്ലേയേഴ്സ് നമുക്ക് ഈ ഹെഡിങ് എന്ന് പറഞ്ഞ സാധനം അതില്ലാണ്ട് ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കേണ്ട സമയമായി. ഒന്ന് വായിച്ചു. അപ്പൊ ഇപ്പൊ അവര് യൂറോപ്യൻ ഫുട്ബോളിൽ അമേരിക്കൻ ഫുട്ബോളിൽ കൊടുക്കുന്ന ചേഞ്ചസ് കൊണ്ടുവരണം, ഹെഡിങ് അത് ഫോക്കസ് ആയിരിക്കണം എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ചോദ്യം. അപ്പോൾ ഈ സയന്റിസ്റ്റ് പറയാണ് നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് ഏത് രീതിയിൽ ഗെയിം അഡാപ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, റിസ്ക് കുറയ്ക്കാൻ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എക്യുപ്മെന്റ് ഇംപ്രൂവ് ചെയ്യേണ്ടി വരും, റൂൾസ് മാറ്റം ചെയ്യേണ്ടി വരും, ട്രെയിനിങ് സയൻസും സിംറ്റംസും കണ്ടീഷൻസിനെ മനസ്സിലാക്കാനുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടി വരും, കൺസൾട്ടൻസിന് ഫുട്ബോളിലോട്ട് കൊണ്ടുവരേണ്ടി വരും. NFL അവർ അങ്ങനെ ചെയ്തത്.
ഓക്കെ, എന്നിട്ട് പറയാൻ സ്മിത്ത് ബിലീവ് ചെയ്യുന്നത് ഈ ഹെഡിങ് എന്ന് പറഞ്ഞ സാധനം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. പീപ്പിൾ ഇപ്പൊ ആൾക്കാർ ഇപ്പൊ ഭയങ്കര സ്കേഡ് ആണ്. അവർക്ക് എനിക്ക് തന്നെ അയാൾ പറയാൻ എനിക്ക് ഒരുപാട് യങ് ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ അടുത്ത് നിന്ന് മെയിൽസ് കിട്ടാറുണ്ട്. അവർ കൺസേൺഡ് ആണ്. പക്ഷേ ഈ ഗെയിമിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഈ ഗെയിം കംപ്ലീറ്റ്ലി വിട്ടുപോയി കഴിഞ്ഞാൽ അത് വളരെ ദുഃഖം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഇനി ആർബോഗാസ്റ്റ് വേറൊരു കാര്യം ആർബോഗാസ്റ്റ് പറയാണ് ഫുട്ബോൾ പ്ലേയേഴ്സ് ഫുട്ബോൾ കളിക്കുന്നതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഓവർ വെയിറ്റ് അല്ല, ഓവർ വെയിറ്റ് ഉണ്ടാവില്ല, ലീഡർഷിപ്പ് കിട്ടും, സോഫ്റ്റ് സ്കിൽസിലൊക്കെ അവർക്ക് ഇത് കിട്ടും, സോഷ്യൽ ബോൺസ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ സമയമായിട്ടുണ്ട് നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളൊക്കെ ചോദിക്കേണ്ട. ചോദ്യം എന്താ, ഈ ഹെഡിങ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ട് ഈ ഗെയിമിന് നിലനിൽക്കാൻ പറ്റൂ, എസ്പെഷ്യലി നമ്മുടെ പ്ലേയേഴ്സിന്റെ ജീവന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയമായിട്ടുണ്ട് എന്നാണ് ആർബോഗാസ്റ്റ് പറയുന്നത്. ഓക്കെ, നോക്കി. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടുപേരും പറയുന്നത് എന്താ എന്നാണ് അല്ലെ. അപ്പോ ബിജി ഒന്ന് ചേർത്ത് വായിച്ചു. ബിജി ഈച്ച് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ആയിട്ട് ഒന്ന് ചേർത്ത് വായിച്ചു. Okay, ma'am. ഈച്ച് ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ട്. According to the final paragraph, both Arbogast and Smith believe it's necessary to ban heading in football. രണ്ടുപേരും ഹെഡിങ് ബാൻ ചെയ്യാനാണോ പറയണേ? നോ. സ്മിത്ത് പറയുന്നത് അതിന് സമയമായിട്ടില്ല എന്നല്ലേ. അപ്പൊ എ അല്ല. അടുത്തത്. According to the final paragraph, both Arbogast and Smith wishes to stress the advantages of playing football. അവർ രണ്ടുപേരും അഡ്വാൻറ്റേജസിലാണോ എടുത്ത് പറയണേ? ഓക്കെ, ഓക്കെ. അടുത്തത് ബിജി, അടുത്തത് നമുക്ക് അടുത്ത് വായിക്കാം. According to the final paragraph, both Arbogast and Smith encourage young players to find ways to play football safely. അവർ രണ്ടുപേരും യങ് പ്ലേയേഴ്സിനെ എൻകറേജ് ചെയ്യാണോ സേഫ്ലി ഫുട്ബോൾ കളിക്കാൻ? അല്ല അല്ല, നോട്ട് മെൻഷൻ. അടുത്തത്. According to the final paragraph, both Arbogast and Smith would value the opinions of the consultants used by the NFL. NFL ഉപയോഗിച്ച കൺസൾട്ടന്റ് ഒപ്പീനിയൻസ് ഇവര് വാല്യൂ ചെയ്യുന്ന അവർ പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ രണ്ടുപേരും പറഞ്ഞേക്കുന്ന കാര്യം എന്താ നോക്കി, ഫുട്ബോൾ എത്ര ഗുണകരമാണ്. ബട്ട് ദ ഗെയിം ഹാസ് ഇനോമസ് ഹെൽത്ത് ബെനിഫിറ്റ് സേ സ്മിത്ത്. ഇയാളും അത് തന്നെയല്ലേ പറയണേ. Points out that footballers have better cardiovascular health and they are രണ്ടുപേരും ഫുട്ബോളിന്റെ ബെനിഫിറ്റ്സിൽ ഫോക്കസ് ചെയ്യുന്നില്ലേ? നോക്കി, ഇയാൾ പറയുന്നുണ്ട്, സ്മിത്ത് പറയുന്നുണ്ട് ഗെയിം ഹാസ് ഇനോമസ് ഹെൽത്ത് ബെനിഫിറ്റ്സ്. ആർബോഗാസ്റ്റ് പറയുന്നുണ്ട് കാർഡിയോവാസ്കുലർ ഹെൽത്ത് നന്നായിരിക്കും, ഓവർ വെയിറ്റ് ആവില്ല, ലീഡർഷിപ്പ് ഉണ്ട്, സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്, സോഷ്യൽ ബോൺസ്. ഇപ്പൊ രണ്ടുപേരും പറയുന്ന കാര്യത്തിൽ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ആൻസർ എന്താ? രണ്ടുപേരും ഫോക്കസ് ചെയ്യുന്ന എവിടെയാ? അഡ്വാൻറ്റേജസ് ഓഫ് പ്ലേയിങ് ഫുട്ബോൾ. ഒരാൾ പറയുന്നതല്ല കേട്ടോ, രണ്ടുപേര് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ബി ആണ്. രണ്ടുപേരും ബാൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഒരാൾ നമുക്ക് ചിന്തിക്കാം എന്നുള്ള രീതിയിൽ. അടുത്ത ആൾ പറയുന്നത് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയമായിട്ടുണ്ട്. ഒരാൾ ബാൻ ചെയ്യണമെന്നൊന്നും പറയില്ല. ഹെഡിങ് ബാൻ ചെയ്യാനുള്ള ആയിട്ടില്ല എന്നാണ് സ്മിത്ത് പറയുന്നത്. ആർബോഗാസ്റ്റ് പറഞ്ഞ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയമായി എന്നാണ് പറയുന്നത്. അപ്പൊ എ അല്ല. യങ് പ്ലേയേഴ്സിനും സി പറയുന്നില്ല, ഡിയും പറയുന്നില്ല. സോ ബി ആണ്. രണ്ടുപേരും, ഒരാൾ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നു, ഒരാൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്. Okay, so that's what that is. Okay, so അതാണ് ഇന്നത്തെ റീഡിംഗ് പാർട്ട് സി. ഞാനിത് സെൻഡ് ചെയ്യാം, ശരിക്കും നോക്കുക, ലേറ്റസ്റ്റ് മെറ്റീരിയൽ ആട്ടോ. പിന്നെ ജൂറി സ്റ്റിൽ ഔട്ട് മറന്നു പോകരുത്. നിങ്ങൾ കാണാപ്പാടോ എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിച്ചു വെക്കുക. പലപ്പോഴും എക്സാമിന് വരുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ പല മെറ്റീരിയൽസ് ചെയ്യുമ്പോഴും ആ ഫ്രേസ് വരുന്നുണ്ട്. ഇതിപ്പോ ലേറ്റസ്റ്റ് ഈ 2023 റിലീസായ മെറ്റീരിയലിലും വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2-3 മാസം മുമ്പ് എക്സാമിനും വന്നിരുന്നു. സോ അത് ശരിക്കും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഗോ ത്രൂ എവറി ക്വസ്റ്റ്യൻ ഞാൻ പ്ലെയിൻ കോപ്പി ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം. അതൊന്ന് നോക്കുക, ഒന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആസ്ക് മീ. ഞാൻ വൊക്കാബുലറി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഈവനിംഗിൽ ലിസ്ണിംഗ് പാർട്ട് സി പ്രസന്റേഷൻ ആയിരിക്കും കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. ഐ വിൽ സീ യു ഗൈസ് ഇൻ ദി ഈവനിംഗ്. ഓക്കെ, ഓൾറൈറ്റ്. താങ്ക് യു സോ മച്ച്. Thank you, ma'am.